എങ്ങനത്തെ ഒരു യുജീബു അവൻ ഉത്തരം ചെയ്യും. അൽ മുൽത്തറ അൽ മുൽത്തർ എന്ന് പറഞ്ഞാൽ ഉത്തരം ചെയ്യപ്പെടാൻ അർഹതപ്പെട്ടവൻ. എവിടുന്ന് വിളിച്ചാലും എപ്പോ വിളിച്ചാലും അവൻ ഉത്തരം ചെയ്യുന്നവൻ എന്ന അർത്ഥത്തിലുള്ള വിളി, ഗത്യന്തരമില്ലാത്തവൻ. അവൻ പ്രയാസങ്ങൾ നീ കൊടുക്കുകയും നിങ്ങളെ ഭൂമിയിലെ അള്ളാഹിന്റെ പ്രതിനിധികളാക്കുകയും ചെയ്യുന്നു. എന്നിട്ട് അല്ല പറയാ ആ ഇലാഹു അല്ലാഹ്, അള്ളാഹിനോട് വേറെ ഇലാഹോ. അപ്പോ എവിടുന്ന് വിളിച്ചാലും എപ്പോ വിളിച്ചാലും എന്ത് ചോദിച്ചാലും കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ഉത്തരം ചെയ്യാൻ കഴിയുന്നവൻ എന്ന് വിശ്വസിച്ചാൽ ഇലാഹാക്കലായി. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഈ ഒരു പ്രാർത്ഥന ആരാധനയാകുന്നത് എവിടുന്ന് വിളിച്ചാലും എപ്പോ വിളിച്ചാലും എന്ത് ചോദിച്ചാലും ഉത്തരം ചെയ്യാൻ കഴിയുന്നവൻ എന്ന അർത്ഥത്തിലുള്ള വിളി വിളിച്ചാൽ അത് കാരണം എന്താ? ആര് എവിടുന്ന് വിളിച്ചാലും ഉത്തരം ചെയ്യാന്ന് ഈ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി കഴിവുള്ളവനെ സാധിക്കൂ. അത് അള്ളാഹ് മാത്രമാണ്. അങ്ങനെ വിശ്വാസം ഉണ്ടാകുമ്പോഴാണ് അത് ആരാധനയാകുന്നത്. അതിനാണ് അള്ളാഹ് പറഞ്ഞ ആ ഇലാഹും അള്ളാഹിനോട് വേറെ ഇലാഹും. അങ്ങനെ വിളിച്ചാൽ എവിടുന്ന് വിളിച്ചാൽ, ഇപ്പോ ഞാൻ സങ്കടപ്പെടുക ജിന്നിന്റെ കഥ. ഒഴിഞ്ഞ സ്ഥലത്ത് നിന്ന് ഞാനൊരു ജിന്നിനെ കണ്ടാൽ ഞാനിപ്പോ അങ്ങനെ ചോദിച്ചാൽ എന്തായിരിക്കും ഇപ്പൊ അവന് കാര്യക്കാരന് ബന്ധമുണ്ടോ? നിങ്ങളൊക്കെ അങ്ങനെ അരീക്കോട്ടെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒഴിഞ്ഞ സ്ഥലത്ത് ഒറ്റപ്പെട്ടാല് ഒരു ശബ്ദം കേട്ട് ജിന്നുണ്ട് എന്ന് കണ്ടാൽ ഞാൻ ഓട്ടായിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ ഉണ്ട് വർത്താനം എന്ന് പറഞ്ഞു. ഒഴിഞ്ഞ സ്ഥലത്ത് ആരും ഇല്ലാത്തടത്ത് ഞങ്ങൾ ആരും, എന്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ നമ്മൾ ഖുർആനിൽ പഠിച്ചത് ഇതാണ്, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതം എന്ന് പറയുമ്പോ അമ്മ യുജീബു അൽ മുൽത്തർ എന്ന് പറഞ്ഞാൽ ഗത്യന്തരമില്ലാത്ത അവസ്ഥയിലുള്ളവൻ. പിന്നെ അലിഫ്ലാം കൂട്ടി എന്താ? ആര് ഗത്യന്തരമില്ലാത്ത അവസ്ഥയിൽ വിളിച്ചാലും ഉത്തരം ചെയ്യുവോ? അള്ളാഹു തആല ഇല്ല. കാരണം അവന്റെ അവധി എത്തിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു ഉത്തരം ചെയ്യൂല. ഇല്ലെങ്കിൽ അള്ളാഹു തആല എന്ത് ചെയ്യും? അവിടെ രക്ഷപ്പെടുത്തും. അത് നമ്മൾ ചോദിച്ചിട്ടില്ലെങ്കിലും ഉത്തരം ചെയ്യും, അള്ളാഹു രക്ഷപ്പെടുത്തും. ഇപ്പോ അബുദാബിയിലെ ഇലക്ട്രയിൽ ഞാൻ നിൽക്കുമ്പോ 16ാം നിലയിൽ നിന്ന് ഒരു ഫലസ്തീനി കുട്ടി കീഴ്പ്പെട്ടൊരു വീട്, ഒരു കെട്ടിടത്തിന് ഒരു കാറിന്റെ ബാക്കിലെ ഡിക്ക് വീണ് അവനെ എണീറ്റാ പോയി. അത് റബ്ബിന്റെ പരിപാടി. അപ്പൊ ഞാൻ പറഞ്ഞു വരും, നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടത് പ്രമാണങ്ങളെയാണ് നമ്മൾ ഇതിൽ ആധാരമാക്കേണ്ടത്. ആളുകൾ ഇട്ട് തരുന്ന ഭൗതികത്തിനെയും അഭൗതികത്തിനെയും നമ്മൾ കടിച്ചു തൂങ്ങരുത്. പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ എന്താ വെച്ചാൽ ഈ വിജനമായ സ്ഥലത്ത് ഇതിപ്പോ ശിർക്കാണെന്ന് പറയാൻ കാരണം ഇപ്പൊ എന്താ? വിജനമായ സ്ഥലത്ത് എത്തിയാൽ അള്ളാഹിനോട് ചോദിക്കേണ്ട ചോദ്യം ജിന്നിനോട് ചോദിച്ചു എന്നല്ലേ പ്രശ്നം? അതല്ലേ? അള്ളാഹിനോട് ചോദിക്കേണ്ട ജിന്നിനോട് ചോദിച്ചു. അപ്പൊ അവിടെ ചോദിച്ച വിഷയം എന്താണ്? പിന്നെ വിജനമായ സ്ഥലത്ത് എത്തി, അവിടെ ഒരു ജിന്നുണ്ട് തോന്നി. ജിന്നെ, നിനക്ക് എന്നെ സഹായിക്കാൻ കഴിയുമെങ്കിൽ, നീ എന്നെ കാണുന്നുണ്ടെങ്കിൽ നീ എന്നെ സഹായിക്കണേന്നാണല്ലോ ഇപ്പൊ ചോദിക്കുന്നത്. ശരി, ഇത് അള്ളാഹിനോട് ചോദിക്കേണ്ടതായിരുന്നു, ജിന്നിനോട് ചോദിച്ചു എന്നാണല്ലോ പ്രശ്നം. അപ്പൊ ഒരാൾ എന്ത് ചെയ്തു? ശരി, എന്നാ ഓക്കെ, അള്ളാഹുവേ നീ എന്നെ കാണുന്നുണ്ടെങ്കിൽ നിനക്ക് എന്നെ സഹായിക്കാൻ കഴിയുമെങ്കിൽ പടച്ചവനെ സഹായിക്കണേ. എന്താണ് അവനെ പറ്റി പറ? ഇങ്ങനെ ഫസീലത്ത് ശിർക്ക് എന്ന് പറഞ്ഞ ആകെ പ്രശ്നമാവൂലേ? എന്താ നിങ്ങൾക്ക് ശിർക്ക് എന്നാണ് ചോദിക്കുന്നുണ്ട് പല ആളുകളും. ചോദിക്കുവോ? അള്ളാഹുവേ നിനക്ക് എന്നെ കാണുന്നുണ്ടെങ്കിൽ നിനക്ക് എന്നെ സഹായിക്കാൻ കഴിയുമെങ്കിൽ ഒന്ന് സഹായിക്കുവോ എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? ഒരു വെളിച്ചം തരുമോ? ചോദിക്കുവോ? ചോദിക്കുന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ലെങ്കിൽ നഅൂദുബില്ല ഞങ്ങളെ തലയാക്കണം. അപ്പൊ ഞാൻ പറയുന്നത്, നിങ്ങൾ ചെയ്യേണ്ടത്, ഈ ചോദ്യകർത്താക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ പണ്ഡിതന്മാർ ഇത് വെല്ലുവിളിക്കാനൊന്നുമല്ല, വൈജ്ഞാനികമായ ചർച്ചകൾ നടക്കണം. അപ്പൊ ഇത് വളരെ കൃത്യമായി നിങ്ങൾ പഠിക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എനിക്ക് NV അബ്ദുസ്സലാം മൗലവിയുടെ നാട്ടിൽ വന്ന് ഞാൻ സത്യത്തിൽ ഫൈസൽ മുസ്ലിയാർ പലപ്പോഴും പറഞ്ഞു കയറി സംസാരിക്കാറുണ്ട്. എനിക്ക് ഫൈസൽ മുസ്ലിയാരുടെ ഈ വളരെ ഹൃദ്യമായ ഭാഷയിലുള്ള മറുപടി കേൾക്കാനും ഈ ഇൽമിന്റെ മജ്‌ലിസിൽ വന്ന് അതിന്റെ ഒരു പുണ്യം നേടാനും വേണ്ടി വന്നവനാണ് ഞാൻ. അല്ലാഹു തആല അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും അതുപോലെ നമ്മുടെ പണ്ഡിതന്മാർക്ക് എല്ലാവർക്കും ആഫിയത്ത് നൽകട്ടെ. നിങ്ങൾ ശരിക്കും വിഷയങ്ങൾ പ്രമാണങ്ങൾ ഉദ്ധരിച്ച് നമ്മൾ ഈ പറയുന്നതിന് ഏതായത്തിന്, ഇപ്പൊ ഞാൻ ഈ പറഞ്ഞല്ലോ, ഇതിന് ഞാൻ ആയത്ത് അമ്മ യുജീബുൽ മുൽത്തറ എന്ന് പറഞ്ഞു, അത് ശരിക്കും വിശദീകരിക്കുമ്പോൾ അതുപോലെ ഓരോ എല്ലാ ആയത്തുകളും ഇങ്ങനെ വിശദീകരിക്കുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാവും. നിങ്ങൾ ശരിക്കും പ്രമാണങ്ങൾ വെക്കണം. കാര്യക്കാരൻ ബന്ധം എന്ന് പറഞ്ഞ പച്ച മലയാളം, അല്ലെങ്കിൽ മറിഞ്ഞ മാർഗം എന്ന് പറഞ്ഞൊരു മലയാളം, ഭൗതികേതര മാർഗം, ഇതൊന്നും അള്ളാഹിന്റെ റസൂൽ ഉപയോഗിച്ച വേർഡല്ല. നമുക്ക് മനസ്സിലാവാൻ വേണ്ടി പണ്ഡിതന്മാർ ഇങ്ങനെ പറഞ്ഞു തരും. അതിന്മേ കയറി കടന്ന് വിവരമില്ലാത്ത ആളുകൾ ഇടങ്ങേറായി പോകരുത്. ആരെങ്കിലും ചോദ്യം ചോദിക്കാൻ വേണ്ടി പണ്ഡിതന്മാര് വിടുകയാണെങ്കിൽ അവരോട് പറയാം, ഒരു പ്രശ്നമില്ല, നമുക്കത് പോകാൻ പറഞ്ഞ അവരെ കൂട്ടി വരണം എന്ന് ഉണർത്തുകയാണ്. ജസാക്കുമുല്ലാഹ് ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പേര് അബ്ദുൽ അസീസ്, എടവണ്ണപ്പാറ സ്ഥലം. എൻ്റെ തികച്ചും വ്യത്യസ്തമായ ഒരു ചോദ്യമാണ്. കാര്യകാരണ സഹിതോ അല്ലെങ്കിൽ ഭൗതിക അഭൗതികമായ ചോദ്യമല്ല.
നിങ്ങളിപ്പോൾ പിന്നെ നബിദിനാഘോഷം അനിസ്ലാമിക എന്ന് പറയുന്നു, നബി സാഹബം ചെയ്തില്ല എന്ന് പറയും. പക്ഷേ ഈ നബിദിനാഘോഷം എന്ന് പറയുന്നത് നിസ്കാരത്തിൻ്റെ ഇടയിലോ ഹജ്ജിൻ്റെ ഇടയിലോ നോമ്പിൻ്റെ ഇടയിലോ ചെയ്യുന്ന കാര്യമല്ല, നബിയോട് സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടി പുറത്ത് ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ വെള്ളിയാഴ്ച ജുമ്മയിലെ ഖുതുബ മലയാളത്തിൽ ഓതുന്നു. അൽ ഖുതുബത്ത് തെക്കും മക്കാം റക്കായത്തെ മിനൽ ഫർദ് എന്നാണല്ലോ. അപ്പോൾ 4 റക്കായത്തുള്ള ളുഹ്റ്, 2 റക്കായത്തല്ല ജുമ്മ നിസ്കരിക്കുന്നത്. അപ്പോൾ 2 റക്കായത്ത് നിസ്കരിക്കുമ്പോൾ 2 റക്കായത്ത് മലയാളത്തിലും 2 റക്കായത്ത് അറബിയിലും നിസ്കരിച്ച പോലെ ആവില്ലേ? അല്ലെങ്കിൽ നബിയോ സഹാബത്തോ മലയാളത്തിൽ ഖുതുബ ഓതിയിട്ടില്ല, അല്ല അങ്ങനെ ഓതാൻ പറഞ്ഞിട്ടില്ല. പിന്നെ അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്ന ഭാഷയിൽ, മറ്റുള്ളവർക്ക് അറിയുന്ന ഭാഷയിൽ ഓതാൻ പറഞ്ഞതായിട്ടുള്ള ഹദീസ് ഇല്ല എന്നാണ് എനിക്കറിയാം. ഞാൻ സാധാരണക്കാരനാണ് കേട്ടോ, നിങ്ങൾ പണ്ഡിതന്മാരാണ്. അപ്പോൾ ഞാൻ കേട്ടത് അങ്ങനെയാണ്, മനസ്സിലാക്കിയത് അങ്ങനെയാണ്. അപ്പോൾ അത് അനിസ്ലാമികമാവില്ലേ? ഈ വെള്ളിയാഴ്ച ഖുതുബ മലയാളത്തിൽ ഓതുന്നത് നബിയും സഹാബത്തും ചെയ്യാത്തൊരു കാര്യം ചെയ്യുമ്പോൾ അത് അനിസ്ലാമികമാവില്ലേ, വിദഗ്ധാവില്ലേ? ശരി, അല്ല ചോദ്യം ഇടയ്ക്ക് നമുക്കൊന്ന് ഒന്ന് നല്ലതാണ്. വെറും ചിഹ്നം ചെയ്താനാകുമ്പോഴേ കുറച്ച് ഇൻസൾട്ടുമാണുള്ളത്. അതിൽ ഒന്ന് സഹോദരൻ മനസ്സിലാക്കേണ്ടത്, അത് ഖുതുബത്ത് തഖൂമു മഖാമ റക്അത്തൈനി മിനൽ ഫർദ് എന്നത് ഇല്ല, അത് ശരിയല്ല. ഖുതുബ 2 റക്അത്തിന് പകരമല്ല. അങ്ങനെയാണെങ്കിൽ 2 റക്അത്ത് പടിഞ്ഞാട്ട് കയറിയിട്ട് 2 റക്അത്ത് കൈക്കോട്ട് എന്ന് പറയേണ്ടി വരും. ഖതീബ് അങ്ങനെയാണല്ലോ, ഖതീബ് ഇമ്പമാക്കിയിട്ട് കൈക്കോട്ടാക്കുന്നത്. അപ്പൊ 2 റക്അത്ത് പടിഞ്ഞാട്ട് സ്കരിക്കുക, ബാക്കി 2 റക്അത്ത് കൈക്കോട്ട് എന്ന് നമ്മൾ പറയേണ്ടി വരും. അതേപോലെ ഖുതുബ കേൾക്കാൻ ഇരിക്കുമ്പോൾ നമുക്ക് ഒതു നിർബന്ധമില്ല, സ്കരിക്കുമ്പോൾ ഒതു നിർബന്ധമുണ്ട്. പിന്നെ നിസ്കാരം റബ്ബിനോടുള്ള സംഭാഷണമാണ്. ഖുതുബ ഇബാദല്ലാഹ് ഇത്തഖുല്ലാഹ്, അടിമകളോടുള്ള സംസാരമാണ്. അപ്പോൾ ഒരിക്കലും ഖുതുബ 2 റക്അത്തിന് പകരമല്ല. 4 റക്അത്തുള്ള ളുഹ്റ് 2 മാറ്റി ബാക്കി 2 ഖുതുബ ആക്കിയതുമല്ല. ഇനി 4ാമത് അങ്ങനെയാണെങ്കിൽ ആ ഖുതുബ കിട്ടാത്തൊരു ആൾക്ക് ജുമുഅ ശരിയാവോ? പള്ളി ഖാമ തുറക്കാൻ നേരത്തെ വന്നത്, 2ാമത്തെ ഖുതുബ വന്നത്, അവന് ജുമുഅ ശരിയാവുമോ? 2 റക്അത്ത് പോയില്ലേ, ബാക്കി 2 മാത്രം കാര്യം ഉണ്ടാവുമല്ലോ. അപ്പൊ ജുമുഅ എന്നത് സ്വതന്ത്രമായ നിസ്കാരമാണ്, അത് 2 റക്അത്താണ്. അത് 4 ചുരുക്കി 2 ആക്കിയതല്ല, സ്വതന്ത്രമായി വെള്ളിയാഴ്ച ളുഹ്റ് ഇല്ല, വെള്ളിയാഴ്ച ജുമുഅ എന്നുള്ളത്. അവിടെ അത് സ്വതന്ത്രമായ നിസ്കാരമാണ്, അത് ഖുതുബക്ക് പകരമല്ല. ഇനി അല്ലാഹുവിന്റെ റസൂലും മലയാളത്തിൽ ഖുതുബ നടത്തിയിട്ടുണ്ടോ? ഇല്ല. നബി മലയാളത്തിൽ വഴക്കും പറഞ്ഞിട്ടില്ല, നബി മലയാളത്തിൽ കച്ചവടം ചെയ്തിട്ടില്ല, നബി മലയാളത്തിൽ ഭാര്യമാരുടെ വർത്തമാനം പറഞ്ഞിട്ടില്ല. നബി അതെല്ലാം ചെയ്ത് അറബിയിലാണ്. ഇതെല്ലാം അറബിയിൽ ചെയ്യുകയും മിമ്പർമക്കയിൽ മലയാളം പറയുകയും ചെയ്തിരുന്നുവെങ്കിൽ നമുക്ക് ഇതെല്ലാം മലയാളത്തിൽ ചെയ്യുകയും മിമ്പർമക്കയിൽ അറബി പറയുകയും ചെയ്യാമായിരുന്നു. നബിന്റെ എല്ലാ വർത്താനവും അറബിയിൽ, എല്ലാ സംസാരവും അറബിയിൽ, കച്ചവടം ഏർപ്പാടൊക്കെ അറബിയിൽ, മിമ്പർമക്കയിൽ നബി ആർക്ക് മനസ്സിലാവാത്ത മലയാളത്തിൽ പറഞ്ഞു എന്നുണ്ടെങ്കിൽ നമുക്ക് കച്ചവടം ഇടപാടും ബിസിനസ്സും അതേപോലെ വഴവും പ്രസംഗം മറുപടിയൊക്കെ മലയാളത്തിൽ പറയുകയും മിമ്പർമക്കയിൽ ആർക്ക് മനസ്സിലാവാത്ത അറബി പറയുകയും ചെയ്യാമായിരുന്നു. അതുണ്ടായിട്ടില്ല. അവിടെ ഭാഷയല്ല പ്രധാനമായി പഠിപ്പിച്ചത്. നബി തങ്ങളുടെ ഖുതുബയെ പറ്റി ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, കാന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബതാനി യജ്ലിസു ബൈനഹുമാ യഖറഉൽ ഖുർആന വയുദക്കിറുൻ നാസ്. അല്ലാഹുവിന്റെ റസൂലിന് 2 ഖുതുബയാണ് ഉണ്ടായിരുന്നത്. യജ്ലിസു ബൈനഹുമാ, ആ 2 ഖുതുബക്കിടയിൽ നബി ഇരിക്കും. യഖറഉൽ ഖുർആന, നബി ഖുർആൻ ഓതും. വയുദക്കിറുൻ നാസ്, ജനങ്ങളെ ഉത്ബോധിപ്പിക്കും. അതാണ് നബിയുടെ ഖുതുബ. ഖുർആൻ ഓതി ജനങ്ങളെ ഉത്ബോധിപ്പിക്കും. അപ്പൊ അതാണ് ഖുതുബയിൽ നടക്കേണ്ടത്. ഖുർആൻ ഓതി ജനങ്ങളെ ഉത്ബോധിപ്പിക്കുക, ഭാഷയല്ല പ്രധാനം. ഖുർആൻ ഓതി ഉത്ബോധിപ്പിക്കൽ ഏത് ഭാഷ നടക്കോ ആ ഭാഷയിലൊക്കെ പറ്റും. ഇവിടെ നാട്ടിൽ എല്ലാവർക്കും അറബി അറിയാം, അത് അറബി നടത്തിക്കോട്ടെ. എല്ലാവരും ഉറുദു അറിയാം, ഉറുദു ആയിക്കോട്ടെ. എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയാം, ഇംഗ്ലീഷ് ആയിക്കോട്ടെ. ഭാഷ എന്നതിനപ്പുറത്ത് നബിയുടെ ഖുതുബയിലാണ് യഖറഉൽ ഖുർആന വയദക്കിറുൻ നാസ്, നബി ഖുർആൻ ഓതി ജനങ്ങളെ ഉത്ബോധിപ്പിക്കുന്നു. മലയാള ഖുതുബ നടക്കുന്ന പള്ളിയിൽ ഒറ്റ വെള്ളിയാഴ്ച പോയാൽ ജീവിതത്തിൽ ഒരു ഉത്ബോധനം കിട്ടും. അറബിയുള്ള ജുമുഅയിൽ 50 കൊല്ലം പങ്കെടുത്താലും ഖതീബിന് പോലും പ്രത്യേകിച്ച് ഉത്ബോധനം എന്ന് സ്വയം സിദ്ധിക്കുന്നില്ല. എന്തായി പറഞ്ഞത് ഖതീബിനും അറിയാം, കേട്ടവർക്കും അറിയാം. അപ്പൊ അവിടെ ആ ഖുതുബ നടക്കുന്നില്ല. ഈ നമ്മുടെ നാട്ടിൽ ഭാഷയുടെ മഹത്വം എല്ലാവരും പറയും. അങ്ങനെയാണെങ്കിൽ നബിതങ്ങൾ നടത്തിയ ഖുതുബ അങ്ങനെ തന്നെ ഇവിടെ എടുത്ത് ഓതുകയാണ് വേണ്ടത്. അതിന് പകരം 1300 കൊല്ലം കഴിഞ്ഞ് ഈജിപ്തിൽ ജീവിച്ച ഇബ്നു ലുബാത്തത്തുൽ മിസ്രി എന്ന് പറയുന്ന ഒരു ഈജിപ്ത്യൻ പണ്ഡിതൻ 1 കൊല്ലം നടത്തിയ ഖുതുബകൾ അത് ക്രോഡീകരിച്ച് പുസ്തകമാക്കി. ആ പുസ്തകമാണ് EK സുന്നി പള്ളികളിലൊക്കെ വായിക്കുന്നത്. AP സുന്നി പള്ളിയിലാണെങ്കിൽ നെല്ലിക്കുത്തി ഇസ്മായിൽ മുസ്ലിയാർ അത് കൈവച്ച് എഡിറ്റ് ചെയ്ത് കൊണ്ടുവന്ന ഖുതുബത്തുൽ നെല്ലിക്കുത്തിയ എന്ന് പറയുന്ന ഖുതുബയാണ് AP സുന്നി പള്ളിയിൽ വായിക്കുന്നത്. ആ ഭാഷ മാത്രം റസൂലുള്ളാഹിന്റെ ഖുതുബ നെല്ലിക്കുത്തുണ്ട് എന്ന് പറഞ്ഞാൽ അത് ശരിയല്ലല്ലോ. അപ്പൊ അവിടെ ഭാഷ എന്നുള്ളതല്ല,
അള്ളാഹുവിന്റെ റസൂലിന്റെ ഖുതുബയിലുള്ളത് യഖ്റഉൽ ഖുർആന വയദ്കുറുൻ നാസ്, ഖുർആൻ ഓതി ജനങ്ങളെ ഉത്ബോധിപ്പിക്കുന്നു. അതാണ് ഖുതുബയിൽ നടക്കേണ്ടത്. അതുകൊണ്ട് അത് മുജാഹിദ് പള്ളികളിൽ നടക്കുന്നു. എന്നാൽ നബിദിനാഘോഷം അങ്ങനെയാണോ? അല്ല. നബിദിനാഘോഷം എന്തുകൊണ്ട് ബിദ്അത്ത് എന്ന് പറഞ്ഞു? നബിദിനാഘോഷം സുന്നത്താണ് എന്നാണ് സമസ്തക്കാർ ഔദ്യോഗികമായി പഠിപ്പിക്കുന്നത്. 2 പെരുന്നാളുകളെക്കാളും വലിയ ആഘോഷമാണ് ഈദ് മീലാദ് റസൂലില്ല എന്നാണ് അവർ എഴുതി വിട്ടത്. മുസ്ലിങ്ങൾക്ക് 3 ആഘോഷമുണ്ട്. 1 ചെറിയ പെരുന്നാൾ, 2 ബലി പെരുന്നാൾ, 3 ഈദ് മീലാദ് റസൂലില്ല, മീലാദ് ആഘോഷം എന്നവർ എഴുതുന്നു. പരമ്പരയായി തുടർന്ന് പറഞ്ഞ സുന്നത്താകുന്നു ഇത് എന്ന് സാക്ഷാൽ കാന്തപുരം മുസ്ലിയാർ പോലും എഴുതിയിരിക്കുന്നു. അങ്ങനെ ഇസ്ലാമിലേക്ക് കാലം സുന്നത്തായി കൊണ്ടുവരുമ്പോൾ അതിന് പ്രമാണം വേണം. അതല്ല റസൂൽ അവരെ സ്നേഹിക്കുന്നു, അവർക്കും പുസ്തകമില്ല. ഒരാൾ റസൂലിനെ സ്നേഹിച്ചു, വിധേയത്തല്ല. എന്നാൽ റബീഉൽ 12 ആഘോഷിക്കൽ ബലിപെരുന്നാളിനേക്കാളും വലിയ ആഘോഷമാണ് എന്ന് പറയുമ്പോൾ ബലിപെരുന്നാളും ചെറിയ പെരുന്നാളിനും തെളിവുള്ളതുപോലെ ഇതിനും തെളിവുണ്ടാകണം. അതില്ലാതാകുമ്പോൾ മതത്തിലേക്ക് പുതിയതായി കടത്തിക്കൂട്ടലായി മാറി അത് ബിദ്അത്താണ് എന്നാണ് പഠിപ്പിച്ചത്. എന്നാൽ ഖുതുബയിൽ നബിയുടെ ഖുതുബ ഇതാണ്, ഖുർആൻ ഓതി ജനങ്ങളെ ഉത്ബോധിപ്പിക്കുക. അതാണ് ഖുതുബയിൽ നടക്കേണ്ടത്. ആ ഹദീസിൽ നിന്നാണ് ഷാഫി മദ്ഹബിൽ പോലും ഖുതുബയിൽ വഅദ് ശർത്താണ് എന്ന് പഠിപ്പിച്ചത്. തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യൽ, ഉപദേശം നൽകൽ, അത് ശർത്താകുന്നു. ഖുതുബക്ക് 5 ശർത്താണ് ഷാഫി മദ്ഹബിൽ: ഹംദ്, സ്വലാത്ത്, അതേപോലെ തഖ്വ കൊണ്ട് വസിയത്ത്, മുഅ്മിനീങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കൽ, 5 ആയത്ത് ഓതൽ. ഈ 5 നിബന്ധന ഉണ്ടെങ്കിലേ ഖുതുബ ശരിയാവുന്നു. അപ്പൊ അതിൽപ്പെട്ട നിബന്ധനയാണ് തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യൽ, ഒരു ഉപദേശം നൽകൽ. അതാണ് ഖുതുബയുടെ മർമ്മം. അത് അറബി പറഞ്ഞാൽ എല്ലാവർക്കും കിട്ടുമെങ്കിൽ അറബി പറഞ്ഞാൽ മതി. അതല്ല അധികമാർക്കും അറബി അറിയില്ല എങ്കിൽ ഏതാണോ അവിടെ കൂടുതൽ അഭികാമ്യമായ ഭാഷ, ആ ഭാഷ അവിടെ ഉപയോഗിക്കാം എന്നതാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത്. അല്ലാഹു അല്ല, അപ്പോൾ ഒരു പ്രാവശ്യം നബി മദീനയിലേക്ക് ഹിജ്റ വരുന്ന സമയത്ത് ഒരു വൃദ്ധയായ സ്ത്രീ നബിയെ പുകഴ്ത്തിക്കൊണ്ടൊരു കവിത എഴുതി ഇങ്ങോട്ടുണ്ട്. ആ കവിത നബി വരുന്ന സമയത്ത് ചൊല്ലണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ ആ വൃദ്ധ കിടപ്പിലായിപ്പോയി. അപ്പൊ പിന്നീട് ഈ സംഭവം വൃദ്ധ സുഖം പ്രാപിച്ചതിന് ശേഷം നബിയോടൊന്ന് പറഞ്ഞപ്പോൾ നബി അവിടെ നിന്ന് കൊടുത്തു. എന്നിട്ട് ആ വൃദ്ധ ചൊല്ലി എന്ന് കേട്ടിട്ടുണ്ട്. അപ്പം പിന്നെ അപ്പൊ അത് നബിദിനത്തിന് ഞാൻ അനുകൂലിക്കാൻ ഘടകമല്ല. അതുപോലെ ഒരു മദീനയിലുള്ളൊരു സഹാബി പിന്നെ ഇമാമത്ത് നിൽക്കുന്ന സമയത്ത് എപ്പോഴും പിന്നെ ഉറക്കോതേണ്ട നിസ്കാരങ്ങൾ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്ത് ഓതിയ ശേഷം ഖുൽഹുവല്ലാഹു, സൂറത്ത് ഇഖ്ലാസ് ഓതാറുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം ഉറക്കോതേണ്ട എല്ലാ റക്അത്തിലും അങ്ങനെ ഓതാറുണ്ടായിരുന്നു. അങ്ങനെ മാമൂകൾക്ക് ഇതൊരു വിഷമമായി, പ്രശ്നമായി. നബിൻ്റെ അടുത്ത് കംപ്ലൈന്റ് പറഞ്ഞു. നബി അത് ബിദ്അത്താണ്, ദലാലത്താണെന്നല്ല പറഞ്ഞ് അക്കാരണം കൊണ്ട് അയാൾ സ്വർഗത്തിൽ പോയി എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ആകുമ്പോ ഇതും ബിദ്അത്താവില്ലേ? വൃദ്ധ ചൊല്ലിയതല്ല, ഇവിടെ വൃദ്ധ ചൊല്ലണ പ്രശ്നം. അവിടെയാണ് തർക്കം. അത് രണ്ടും ഒരുപോലെയല്ല. അപ്പൊ യഥാർത്ഥത്തിൽ നബിയെ മദ്ഹ് ചെയ്യുക എന്നതല്ല അഭിപ്രായ വ്യത്യാസം. അപ്പൊ ഇവിടെ പ്രവാചകർക്കെതിരെ ഒരുപാട് ആക്ഷേപങ്ങൾ നമ്മുടെ നാട്ടിൽ വന്നപ്പോൾ പ്രവാചക അറിയുക എന്ന് പറഞ്ഞ 1 മാസം ക്യാമ്പയിൻ പ്രഖ്യാപിച്ചു വരാൻ മുജാഹിദീൻ. 1 മാസത്തെ ക്യാമ്പയിൻ കേരളം മൊത്തം പ്രവാചകനെ അറിയുക എന്നായിരുന്നു വിഷയം. അതിൽ ആയിരക്കണക്കിന് സ്ഥലങ്ങളിൽ നബിയുടെ മേന്മയും മഹത്വവും നബിയുടെ മദ്ഹും പ്രശംസയും എടുത്തു പഠിപ്പിച്ചുകൊണ്ട് തന്നെ 1 മാസക്കാലം ലേഖനങ്ങളും ഖുതുബകളും അതേപോലെ വഅദും എല്ലാം സംഘടിപ്പിച്ചു. അതല്ല അഭിപ്രായ വ്യത്യാസമുള്ള വിഷയം. അത് സ്വഹാബിമാർക്ക് പ്രവാചകൻ പ്രശംസിച്ചിട്ടുണ്ട്, നമുക്കും പ്രവാചകൻ പ്രശംസിക്കാം. അത് ഒരാളുടെ സ്നേഹത്തിന്റെ ഭാഗമാണ്. നമുക്കിഷ്ടമുള്ള ഒരാളെ അയാളുടെ മേന്മ പറയാൻ നമുക്ക് എത്ര നാവായിരിക്കും. നമ്മുടെ ഉമ്മയുടെ, നമ്മുടെ ഉപ്പയുടെ, നമ്മുടെ നല്ല മക്കളുടെ ഒക്കെ മഹത്വങ്ങൾ പറയാൻ നമുക്ക് എത്ര ആവേശമാണ്. എങ്കിൽ നമ്മൾ അവരെക്കാൾ എല്ലാം സ്നേഹിക്കുന്ന നമ്മുടെ ഹബീബിന്റെ മഹത്വം നമ്മൾ എത്ര പറഞ്ഞാലും വിശ്വാസിക്ക് മതിയാവുകയില്ല. അതിലല്ല തർക്കമുള്ളത്. റബീഉൽ 12 നബിദിനം ആഘോഷിക്കൽ ബലിപെരുന്നാളിനേക്കാളും വലിയ ആഘോഷമാണ്, അത് സുന്നത്താണ് എന്ന് പറയുമ്പോൾ അതിന് പ്രവാചകന്റെ അധ്യാപനത്തിന്റെ പിൻബലം വേണം. മതത്തിൽ ഒരു കാര്യം സുന്നത്താവാൻ എന്നുള്ളതാണ്. അതല്ല ഒരാള് എന്നും നബിനെ കുറിച്ച് അയാൾ മഹത്വം പറയുന്നു, അയാൾ റബീഉൽ ജമാഅത്തുലൊന്നും നോക്കുന്നില്ല, അയാൾ ജീവിതത്തിൽ സ്ഥിരം അയാൾ പ്രവാചകനെ സ്നേഹിക്കുകയും പുകഴ്ത്തുകയും ഒക്കെ പറയുന്ന ആളാണ്. അയാൾ അന്നും പറഞ്ഞു, വിരോധമൊന്നുമില്ല. അയാൾ എപ്പോഴും ചെയ്യുന്നു, അപ്പോഴും ചെയ്യുന്നു. അന്നും സവിശേഷത കൽപ്പിക്കുന്നില്ല, അതൊന്നുമില്ല. അന്ന് നബിദിന ആഘോഷമായിട്ടോ അത് സുന്നത്തായിട്ടോ അത് ഇസ്ലാമിലുള്ള ഒരു പ്രത്യേക പുണ്യകർമ്മമായിട്ടോ ഒന്നും അയാൾ കാണുന്നില്ല. അതാരും വിരോധം പറയുന്നില്ല. അതേസമയം ഇതൊരു പ്രത്യേക ആഘോഷമായി കൊണ്ടുവരികയും അതിന് ആയത്തോതുകയും ഹദീസ് പറയുകയും അത് ചെയ്യാത്തവരൊക്കെ പുത്തൻവാദിയായി പറയുകയും ചെയ്യുമ്പോൾ അത് മതത്തിലേക്ക് കൂട്ടിക്കലർത്തലായി മാറി
എന്നാൽ നിസ്കാരത്തിൽ ഏത് സൂത്രത്തിലാക്കുവാതാം മുആദ് റളിയല്ലാഹു അൻഹു ആണ് താങ്കൾ ഉദ്ദേശിച്ച് പറഞ്ഞ അതിലെ സംഭവം. അദ്ദേഹം സൂത്രത്തിൽ ഖിലാസ് ഓതുന്ന എല്ലാ റക്അത്തിലും. അപ്പൊ നബിയുടെ വിഷയത്തിൽ നബി വെച്ച് പറഞ്ഞതാണ്, എനിക്ക് ആ സൂത്ത് വലിയ ഇഷ്ടമാണ്. നബി പറഞ്ഞു, ഹുബ്ബുക ഇയ്യാഹ അദ്ഖലകൽ ജന്ന, അതിനുള്ള സ്നേഹം എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കട്ടെ. ഇയാൾക്ക് ഏത് സൂത്തും ഓതാം. ഒരാൾ എല്ലാ റക്അത്തിലും സൂത്രത്തിൽ ഖിലാസ് ഓതി വലിയ കുഴപ്പമുണ്ടോ? പക്ഷെ അയാൾ പറയാം എല്ലാ റക്അത്തിലും സൂത്രത്തിൽ ഖിലാസ് ഓതാൻ സുന്നത്തുണ്ട് വരാനോ, ഉറപ്പ് മാറി. ഒരാൾക്ക് എപ്പോ വേണമെങ്കിൽ സുബ്ഹാനല്ലാഹ് ചൊല്ലാം, അൽഹംദുലില്ലാഹ് ചൊല്ലാം, അല്ലാഹു അക്ബർ ചൊല്ലാം, സ്വലാത്ത് ചൊല്ലാം, ഖുർആൻ ഓതാം. ഒരാൾ സുബഹി കഴിച്ചാൽ അന്ന് പ്രത്യേകിച്ച് പോകാനൊന്നുമില്ല, അപ്പൊ പള്ളിയിൽ തന്നെ ഇരുന്നു ഒരു 2 മണിക്കൂർ ഇരുന്നിട്ട് അയാൾ ഒരു 3-4 ജുസ് ഖുർആൻ ഓതി, വിദേഹത്താണോ? അല്ല. പക്ഷെ അയാൾ പറയാം എല്ലാ ദിവസവും സുബഹിക്ക് ശേഷം 2 മണിക്കൂർ ഖുർആൻ ഓതാൻ സുന്നത്താന്ന് പറഞ്ഞാലോ, ഉറപ്പ് മാറി. ഒരാൾ തെങ്ങുമ്പോ കയറി ഇറങ്ങുന്ന വരെ ബേജാറായിട്ട് സുബ്ഹാനല്ലാഹ് ചെയ്തിട്ടാണ് കയറി ഇറങ്ങിയത്. വല്ല തെറ്റുണ്ടോ? ഇല്ല. പിന്നെ അയാൾ പറയാം തെങ്ങുമ്പോ കയറുമ്പോ സുബ്ഹാനല്ലാഹ് സുന്നത്താണ് എന്ന് പറഞ്ഞാലോ, അത് തെറ്റാണ്, ശരിയല്ല. അതാണ് അതിന്റെ അസ്ല്. ഇവിടെ അരീക്കോട് എന്ന് പറയുമ്പോൾ KC ബോൾക്കൻ മോലി പറഞ്ഞ ഉദാഹരണമാണ് നമുക്കതിലേക്ക് ഏറ്റവും ഫിറ്റ്. അദ്ദേഹത്തോട് ചോദിച്ചു, തെങ്ങുമ്മ കയറാൻ പാടുണ്ടോ ചോദിച്ചു. തെങ്ങുമ്മ കയറാൻ കുഴപ്പമൊന്നുമില്ല. തെങ്ങുമ്മ കയറി തേങ്ങടാൻ പറ്റുമോ വെച്ചാൽ തേങ്ങയിലെടുത്ത് മാങ്ങടാൻ പറ്റും. ഇട്ട തേങ്ങ എടുത്തുണ്ടാകാൻ പറ്റുമോ? ഒരു കുഴപ്പമില്ല, എടുത്തുണ്ടാകാം. അത് അരച്ച് തിന്നാൻ പറ്റുമോ? പറ്റും. പക്ഷെ തെങ്ങ് ആരാണെന്ന് പറഞ്ഞില്ല. അപ്പൊ ആരാണ് തെങ്ങാണെങ്കിലോ കയറാനും പറ്റൂല, ഇടാനും പറ്റൂല, കൊണ്ടുപോകാനും പറ്റൂല, അരക്കാനും പറ്റൂല, തിന്നാനും പറ്റൂല എന്ന് പറഞ്ഞ പോലെ മതത്തേക്ക് കൂട്ടിച്ചേർക്കുമ്പോൾ പിന്നെ ഖുർആൻ ഓതിയാലും വിദേഹത്തായി മാറും, സുബ്ഹാനല്ലാഹ് ചൊല്ലിയാലും വിദേഹത്തായി മാറും, നിസ്കരിച്ചാലും വിദേഹത്തായി മാറും, നോമ്പ് വെച്ചാലും വിദേഹത്തായി മാറും, മതത്തിൽ ഇല്ലാത്തൊന്നും കൂട്ടുമ്പോൾ. അതുകൊണ്ടാണ് ശഅബാൻ 15 നോമ്പ് വിദേഹത്തെന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് റജബിൽ വെച്ച മിഅ്റാജ് നോമ്പ് ഇല്ല വിദേഹത്താന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് തസ്ബീഹ് നിസ്കാരം സ്ഥിരപ്പെട്ട പ്രമാണങ്ങൾ ഇല്ല എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് സ്വലാത്തുൽ ഹാജ മൊയ്‌ദീൻ ശൈഖിനെ വിളിക്കാൻ വേണ്ടി ഖുതുബ നടത്തുമ്പോൾ ഉള്ള 12 റക്അത്ത് നിസ്കാരം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് നാരിയ സ്വലാത്ത് ഇസ്ലാമികമല്ലാതെ ശിർക്കാന്ന് പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് കമാലിയ സ്വലാത്ത് വേണ്ട വിദേഹത്താന്ന് പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഉള്ള സ്വലാത്തായും ശരി, ഇല്ലാത്ത പുതിയ മാനദണ്ഡം വെച്ചാലോ അതും വിദേഹത്തായി മാറും എന്നാണ് അതിന്റെ അടിസ്ഥാനം. അല്ലാഹു അക്ബർ. ശരി, അടുത്ത ഉണ്ടോ? ഹലോ, റബീഉൽ അവ്വൽ 12-ന് ആഘോഷിച്ചിട്ടില്ലെങ്കിൽ മറ്റു സമയത്ത് പിന്നെ ആഘോഷിക്കൂലല്ലോ, അന്നെങ്കിലും ഒന്ന് ആഘോഷിച്ചുകൂടെ എന്നുള്ളതാണ് ചോദ്യം. കേട്ടില്ല. റബീഉൽ അവ്വൽ 12-ന് മറ്റുള്ള സമയത്ത് ഏതായാലും ഓർക്കാത്ത ആളുകൾ ജസ്റ്റ് റബീഉൽ അവ്വൽ 12-എങ്കിലും ഒന്ന് ആഘോഷിച്ചുകൂടെ, ഒന്ന് സ്നേഹിച്ചുകൂടെ എന്നുള്ളത്. അത് പറ്റില്ല. കാരണം സാധാരണ 5 നിസ്കരിക്കാത്ത ഒരാള് രാവിലെ 10-ന് 100 നിസ്കരിച്ചോട്ടെ പറഞ്ഞാല് ശരിയല്ലല്ലോ. വൈകുന്നേരം നിസ്കരിക്കുന്നത് രാവിലെ 10-ന് വേണ്ടി 100 നിസ്കരിച്ചോട്ടെ എന്ന് പറഞ്ഞാൽ അവിടെ കാര്യമുണ്ടോ? അപ്പൊ ജീവിതത്തിൽ എന്നും ഓർക്കണം വേണം, ജീവിതത്തിൽ സ്ഥിരമായിട്ട് ഓർക്കണം. രാവിലെ എണീക്കുമ്പോൾ തന്നെ എന്താണ് അൽഹംദുലില്ലാഹി അഹ്യാനാ ബഅദ മാ അമാതനാ വഇലൈഹി നുശൂർ എന്ന് പറഞ്ഞ് എണീക്കുമ്പോൾ മുതൽ നബിയെ ഓർത്തുകൊണ്ടാണ്. എന്തേ അത് ചൊല്ലിയിരിക്കുമ്പോൾ എന്റെ റസൂൽ അങ്ങനെയാണ് എന്നോട് പറഞ്ഞത്. ബാത്റൂമിൽ കയറുമ്പോൾ ഇടത്തേ കാലിച്ചാണ് കയറി, എന്താണ് അങ്ങനെ? എന്റെ റസൂൽ അങ്ങനെ പഠിപ്പിച്ചത്. പുറത്ത് കയറുമ്പോൾ വലത്തേ കാലം വെച്ചിറങ്ങി, എന്തേ അങ്ങനെ? എന്റെ റസൂൽ അങ്ങനെ പഠിപ്പിച്ചത്. കുപ്പായിട്ടപ്പോ വലത്തേ കൈ ആദ്യം ഇട്ട്, എന്തേ? എന്റെ നബി അങ്ങനെയാണ് പറഞ്ഞത്. മുടി ചെയ്യുകയപ്പോ വലത്തേ ഭാഗം ചെയ്യുക, എന്റെ നബി അങ്ങനെയാണ് പറഞ്ഞത്. വണ്ടി കയറുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ട് കയറി, പള്ളിയിൽ പോയി അവിടെ ഇറങ്ങുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഇറങ്ങി, പള്ളിയിൽ കയറുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ട് കയറി, പള്ളിയിൽ ഇറങ്ങുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഇറങ്ങി, ചെരുപ്പിട്ടപ്പോൾ വലത്തേ കാലം ഇട്ടു. എന്തുകൊണ്ട്? എന്റെ റസൂൽ അങ്ങനെയാണ് പഠിപ്പിച്ചത്. അപ്പൊ ജീവിതത്തിലെ എല്ലാ സമയത്തും റസൂലിനെ ഓർക്കുകയാണ് വേണ്ടത്. ഓരോ സമയത്ത് പിന്നെ ആ റസൂൽ ചെയ്യാത്ത ഒന്നും റബീഉൽ അവ്വലിനും പറ്റില്ല, 12-നും പറ്റില്ല, അല്ലാത്തപ്പോഴും പറ്റില്ല. ഏത് സമയത്ത് റസൂലിനെ ഓർക്കുന്ന ഒരാൾക്ക് നബിദിനം ആഘോഷിക്കാൻ കഴിയൂല, ഓർക്കാത്ത ഒരാൾക്ക് ഒരു പക്ഷേ അതൊക്കെ പറ്റിക്കൂടെ കഴിഞ്ഞ. ശരി, അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ഞാൻ ഇടവണ്ണപ്പാറ എന്നാണ് റാഷിദ്. പിന്നെ ഈ ജിന്ന് വിഷയത്തിൽ ഒരു ചെറിയ സംശയം കൂടി ചോദിക്കാനാണ്. ഇപ്പൊ നമ്മള് വിജനമായ സ്ഥലത്ത് നമ്മൾ ആരും കാണില്ലെങ്കിൽ അവിടെയുള്ള മനുഷ്യന്മാരായിട്ടുള്ള ആരെങ്കിലും അല്ലെങ്കിൽ ജിന്നായിട്ടുള്ള ആരെങ്കിലും ഒന്ന് സഹായിച്ചോട്ടെ എന്ന് ചോദിക്കുകയാണെങ്കിൽ, അത് മനുഷ്യനാണെങ്കിൽ തെറ്റ് വരുന്നില്ല, ജിന്നാണെങ്കിൽ തെറ്റ് വരുന്നു, ശിർക്ക് വരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ വസീല ശിർക്കാണെന്ന് സംശയം പറയുന്നു, അല്ലെങ്കിൽ അങ്ങനെ 2 അഭിപ്രായം ഉണ്ടെന്ന് പറയുന്നു. നമ്മളിപ്പോ ഒരു മനുഷ്യന്റെ സ്ഥിതിയിൽ തന്നെ നമ്മൾ ഇവിടുന്ന് സഞ്ചരിച്ച് ദീർഘദൂരത്തേക്ക് പോയ ഒരാളോട് ഇവിടുന്ന് സഹായം ചോദിച്ചാൽ തെറ്റാണ്. പക്ഷെ അയാൾ അടുത്തുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാൻ പറ്റും. എന്നാൽ ജിന്നിന്റെ പരിധി അല്ലെങ്കിൽ ജിന്ന് എവിടെ ഉണ്ട് എന്ന് അറിയില്ല നമുക്ക്. പിന്നെ ഈ മനുഷ്യൻ അയാൾ നമ്മൾ കാണുന്നു അല്ലെങ്കിൽ സ്റ്റേജിന്റെ പിറകിലുണ്ടെന്ന് പറഞ്ഞാൽ അയാൾ അവിടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് നമുക്ക് വിളിക്കാം. ജിന്ന് അവിടെ ഉണ്ടാവുമോ അല്ലെങ്കിൽ തൊട്ടടുത്ത പരിധിയിലുണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല. ആ രീതിയിൽ നമ്മളങ്ങനെ അതിന്റെ ഇത് മനസ്സിലാക്കുക എന്നുള്ളത്. ഒന്ന്, അതല്ല തൗഹീദ് ശിർക്കിന്റെ മാനദണ്ഡം.
സാധാരണ പണ്ടമോട് സുന്നി മുസ്ലിയാക്കന്മാർ ചോദിച്ചിരുന്നു, നിങ്ങൾ വീഴാൻ പോകുമ്പോൾ എൻ്റെ അമ്മാന്ന് വിളിക്കണില്ലേ, ഉമ്മ അവിടെ ഉണ്ടോ, ഉമ്മ കേൾക്കുന്നുണ്ടോ, ഉമ്മ അറിയുന്നുണ്ടോ, എന്നിട്ട് നിങ്ങൾ വിളിക്കുന്നില്ലേ, അപ്പൊ ശിർക്കാവൂലേ? നമ്മളവിടെ പറഞ്ഞ മറുപടി എന്തോ ആ മറുപടിയാണ് ഇതിലുള്ളത്. ഉമ്മ അവിടെ ഇല്ല, ഉമ്മ കേൾക്കുന്നില്ല, ഉമ്മ അറിയുന്നില്ല, പറഞ്ഞു കേട്ടിട്ടു. എന്നിട്ടും എൻ്റെ ഉമ്മ എന്ന് വിളിക്കുമ്പോൾ ശിർക്ക് വരുന്നില്ല. എന്തുകൊണ്ട്? ഉമ്മയെ പറ്റി അയാൾക്ക് അഭൗതികമായൊരു വിശ്വാസമില്ല. ഞാൻ അയാളെ ഉമ്മയുടെ ബീവിയാണ്, അയാളെ വിശ്വാസം എൻ്റെ ഉമ്മ എവിടുന്നും എൻ്റെ രക്ഷയ്ക്ക് എത്തുന്നതാണ്. ഓൻ വീഴാൻ പോകുമ്പോൾ എൻ്റെ ഉമ്മ എന്ന് വിളിച്ചാലോ ശിർക്ക് തന്നെയാണ്. ഞാൻ ഉമ്മ അടുത്തുണ്ട് അപ്പം വിളിച്ചാലോ ശിർക്ക് തന്നെയാണ്. ഉമ്മ ഓൻ്റെ കൂടെ ഉണ്ട് അപ്പം വിളിച്ചു ഉമ്മ കൈ പിടിക്കുമെന്ന് നല്ലവന് വിശ്വാസം. അതിനപ്പുറത്ത് ഉമ്മയുടെ ബീവിയല്ലേ, ഉമ്മയുടെ വിചാരിച്ചാൽ എനിക്കൊന്നും പറ്റൂല എന്നാണ്. അവിടെയാണ് ശിർക്ക് തൗഹീദ് വേർതിരിയുന്നത്. എന്നതുപോലെ ഇപ്പൊ ഇവിടെ പറഞ്ഞല്ലോ ശബ്ദം കേൾക്കുന്നു. ശബ്ദം കേൾക്കൽ ഒരു പരിധിയാണ്. ശബ്ദം കേൾക്കുക എന്നത് പരിധിയാണ്. അതാണ് ഹാജറ ബീവി ചെയ്തത്. ഒരു ശബ്ദം കേട്ടു, അപ്പൊ നീ ശബ്ദം കേൾപ്പിച്ചിരിക്കുന്നു, എന്റെ പക്കൽ വല്ല സഹായം ഉണ്ടെങ്കിൽ നീ സഹായിക്കുക എന്ന് പറഞ്ഞ് ശബ്ദം കേട്ടു. അതാണ് ഒരു പരിധി. എന്നാൽ ജിന്നിനോട് നമുക്ക് പറ്റൂല ഒന്നും. എന്തുകൊണ്ട്? അത് പ്രാർത്ഥിക്കുന്നില്ലെങ്കിലും അഭൗതികമായി തേടുന്നില്ലെങ്കിലും അവരുമായുള്ള ചെറിയ ബന്ധങ്ങൾ പോലും നമ്മുടെ ഈമാനെ തകർക്കും. അതുകൊണ്ട് ആ വഴി തുറക്കാനേ പാടില്ല. പിന്നെ ആളുകൾ ധാരണ വെച്ചാൽ ഈ വിജനപ്രദേശത്ത് എത്തുമ്പോഴേ ദുആക്ക് കൊണ്ടുവന്നാണ്. നാട്ടുകാരെ അടിയിലാണെങ്കിലോ ഇതൊക്കെ ഒപ്പുമാറും. ആൾക്ക് അങ്ങനെ കുറെ ധാരണ. വിജനപ്രദേശത്താണെങ്കിൽ ഒരാളും കാണുന്നില്ല, ആകെ ഇട്ട് ആകെ ബേജാറായി, അപ്പൊ മാത്രമേ ദുആയുള്ളൂ. അല്ല, ഇഷ്ടംപോലെ ആളുകൾ അടിയിലും നന്നായി ഭക്ഷണം കഴിച്ച് ഉഷാറായി സോഫ ചാരിങ്ങനെ ഇരിക്കുമ്പോൾ പഠിച്ചോനെ എന്ന് പറഞ്ഞാല് അത് ദുആയല്ലേ. ആ തേട്ടം അടുത്തിരിക്കുന്ന മനുഷ്യന്മാരാണെങ്കിലോ അപ്പൊ ദുആ ശിർക്കാവും. റബ്ബിനോട് തേടുന്ന ആ തേട്ടം തൊട്ടടുത്ത് ചാരിയിരിക്കുന്ന മനുഷ്യരോട് തേടിയാലോ ശിർക്ക് തന്നെയാണ്. മുമ്പ് ശബ്ദം കേട്ട ജിന്നോട് തേടിയാലോ ശിർക്ക് തന്നെയാണ്. അപ്പൊ റബ്ബല്ലാത്തവരോട് തേടുമ്പോൾ എവിടെയാണോ ശിർക്ക് വരുന്നത് ആ തേട്ടം ആരോടായാലും ശിർക്ക് തന്നെ. ശബ്ദം കേട്ട ജിന്നാവട്ടെ, കേൾക്കാത്ത ജിന്നാവട്ടെ, മുമ്പിലുള്ള ജിന്നാവട്ടെ, അല്ലാത്ത ജിന്നാവട്ടെ, ജീവിച്ചിരിക്കുന്നതാവട്ടെ, മരിച്ചവരാവട്ടെ, ആരാണെങ്കിലും ശരി, റബ്ബിനോട് തേടിയാൽ തൗഹീദാകുന്ന ദുആ ആകുന്ന തേട്ടങ്ങൾ റബ്ബല്ലാത്ത ആരോട് തേടിയാലും ശിർക്കാണ്. അവിടെ ജിന്നും ശൈത്താനും ഇൻസും അല്ലാത്തൊന്നും, ഹയ്യും ഹാദറും ഖാദിറും അല്ലാത്ത ഒന്നും അതിൽ വ്യത്യാസം വരുന്നില്ല. എന്നാൽ മനുഷ്യന്മാർ തേടൽ അനുവദനീയമാകുന്ന ഒരു വിഷയത്തിൽ അത് മനുഷ്യന്റെ ശിർക്കാകും എന്ന് പറയാൻ നമുക്ക് മാനദണ്ഡമില്ല. മനുഷ്യരോട് തേടാൻ അനുവദനീയം, ഇൻസാവുമ്പോ ശിർക്ക്, അങ്ങനത്തെ ഒന്നില്ല. ശിർക്ക് ലോകത്ത് ആരിലേക്ക് പോയാലും ഒരേപോലെ ശിർക്കാണ്. അതാണ് അതിലെ അസ്വല്. ശരി, ഉമ്മാന്റെ കേസ് പറഞ്ഞ സമയത്ത് തൊട്ടടുത്ത് ഇന്നലെ ഉമ്മാനെ കണ്ടിരുന്നു, അല്ലെങ്കിൽ ആ വീട്ടിൽ ഉമ്മ ഉണ്ടായിരുന്നു, അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഇതുവരെ നമ്മളൊരു ജിന്നിനെ നേരിട്ട് കണ്ടിട്ട് പോലില്ല. ആ ജിന്ന് എങ്ങനെ വരുമെന്ന് നമുക്ക് അറിയുന്നില്ല. അപ്പുറത്ത് ഉമ്മ ഉണ്ടെങ്കിൽ തന്നെ ഉമ്മ വിളി കേട്ടില്ലെങ്കിലും ഇല്ലെങ്കിൽ നമ്മൾ ആദ്യം ചോദിക്കും ഉമ്മ ഞങ്ങളവിടെ ഉണ്ടോന്നോ, അല്ലെങ്കിൽ നേരിട്ട് അത് എടുക്കുന്നെന്ന് പറഞ്ഞാൽ തന്നെ ആ ഉമ്മ എടുത്തു തരുന്ന ആ പരിപാടി നമുക്കത് മുന്നേ അറിയാം, സംഗതി എങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ വരും എന്നുള്ളത്. ജിന്ന് നമ്മളെ എങ്ങനെ സഹായിക്കും എന്നുള്ളത് നമുക്ക് അറിയാതെ നമ്മൾ എവിടെയോ നമുക്ക് പരിധി അറിയില്ല, എവിടെയും അറിയില്ല, അപ്പുറത്തുണ്ടോ എന്നുള്ളത് അറിയില്ല. അങ്ങനെ ചോദിക്കുമ്പോഴുള്ള അതുകൊണ്ട് ശിർക്ക് വഴി വേർതിരിയുന്നില്ല. അതുപോലെ ഉമ്മ 100 കിലോമീറ്റർ അപ്പുറത്താണ്, നമ്മൾ ഗൾഫിൽ എടുക്കാതിരിക്കുക. ഉമ്മ നാട്ടിലുമാണ്, 3000 കിലോമീറ്റർ അപ്പുറത്ത് ദുബായിക്ക്. ഈ 3000 കിലോമീറ്റർ അപ്പുറത്ത് നിന്റെ ഉമ്മ പോകാൻ തേടിയാലും ശിർക്ക് വരുന്നില്ലല്ലോ. ഉമ്മ സഹായിക്കൂല, ഉമ്മ വിളി കേൾക്കൂല, ഉമ്മ അറിയൂല, ഉമ്മ വരൂല, ഇടപെടൂല, ഒക്കെ ക്ലിയറാണ്. അത് എന്തുകൊണ്ട് ശിർക്കാവുന്നില്ല? ആ മാനദണ്ഡം പറഞ്ഞത് എന്തുകൊണ്ട് ശിർക്കാവുന്നില്ല? ഉമ്മയെ പറ്റി നമുക്ക് അഭൗതികമായ വിശ്വാസം കൂടെ ഇല്ല. ഉമ്മയെ പറ്റി അഭൗതികമായ വിശ്വാസമില്ല. ഈ വിളി കേൾക്കുന്ന വിശ്വാസമില്ല, ഇത് അറിയുമെന്നും വിശ്വാസമില്ല, ഉമ്മ ഇടപെടുന്ന വിശ്വാസമില്ല. ഉമ്മയെ പറ്റി അഭൗതികമായ ഒരു കഴിവും പകവച്ചു കൊടുക്കുന്നില്ല. എങ്കിൽ ശിർക്ക് വരുന്നില്ല. അതേ ഉമ്മ തൊട്ടടുത്തുണ്ട്, പക്ഷെ ആ ഉമ്മ ഒരു ബീവിയാണ്. ഉമ്മ നോക്കിയാൽ മതി, ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഉമ്മാന്റെ ഒരു നോട്ടം മതി, ഉമ്മാന്റെ ഒരു ഉമ്മ വിചാരിച്ചിട്ടാ മതി എന്ന് നാട്ടിലൊക്കെ വിശ്വസിക്കുന്ന ഉമ്മാനെ പറ്റി. ആ ഉമ്മാനെ ഈ മോനെ ആ വിശ്വാസത്തിൽ തേടുന്നെങ്കിലോ ആ വിശ്വാസം തന്നെ ശിർക്കാണ്, തേട്ടമല്ല. ആ എന്നതുപോലെ ജിന്ന് വിഷയത്തിൽ എപ്പോഴാണ് ശിർക്ക് വരുന്നത്? കാരണങ്ങൾക്ക് അതീതമായി ജിന്നിനെ എന്നെ സഹായിക്കാൻ കഴിയും എന്ന് ധാരണ ഓനുണ്ടോ? ശിർക്ക് വന്നു, ഓൻ തേടിട്ടൊന്നുമില്ല, വിളിച്ചിട്ടുമില്ല, ശബ്ദം കേട്ടിട്ടുമില്ല, ഓൻ ചോദിച്ചിട്ടുമില്ല, എന്നാൽ പോലും ശിർക്കാണ്. ഓൻ ജിന്നുണ്ട് വിചാരിച്ചിട്ടുമില്ല, ശബ്ദം കേട്ടിട്ടുമില്ല, വിജനപ്രദേശത്തോ അല്ല, ഓൻ അങ്ങനെ സങ്കല്പിച്ചിട്ടുമില്ല. പക്ഷെ അഭൗതികമായി എന്നെ സഹായിക്കാൻ അല്ലെങ്കിൽ ദോഷം വരുത്താൻ ജിന്നിന് പറ്റും എന്ന വിശ്വാസം ഓനുണ്ടോ? ആ വിശ്വാസം തന്നെ ശിർക്കാണ്. ആ വിശ്വാസ അടിസ്ഥാനത്തിൽ ഒരു ചോദ്യം ചോദിക്കുന്നുവെങ്കിൽ ആ ചോദ്യത്തിന് പ്രാർത്ഥന എന്ന് പറയും.
ആ അടിസ്ഥാനത്തിൽ പ്രതീക്ഷിക്കുന്നുവെങ്കിൽ ആ പ്രതീക്ഷ പോലും ഇബാദത്താണ്. ആ അടിസ്ഥാനത്തിൽ ഭയപ്പെടുന്നുവെങ്കിൽ ആ ഭയം പോലും ഇബാദത്താണ്. അത് റബ്ബിനോട് പാടുള്ളൂ. അല്ലെങ്കിൽ വൈബായ വഴിയിൽ പേടിക്കേണ്ട റബ്ബിനെയാണ്, ജിന്നിനെയല്ല. എന്നാൽ ജിന്നു ഉപദ്രവിക്കും നമ്മൾ വിശ്വസിക്കുന്നു, മലക്ക് സഹായിക്കും നമ്മൾ വിശ്വസിക്കുന്നു, സാഹിറിനെ ശൈത്താൻ സഹായിക്കുന്നുണ്ട് നമ്മൾ അംഗീകരിക്കുന്നു. അത് ശിർക്കാകുന്നില്ല. എന്തുകൊണ്ട്? അവൻ എങ്ങനെ സഹായിക്കും നമുക്കറിയാം. എങ്ങനെ സഹായിക്കും? അവൻ റബ്ബ് വെച്ച വ്യവസ്ഥ എന്താണോ ആ വ്യവസ്ഥ പ്രകാരം സഹായിക്കും. സാഹിറിനെ എങ്ങനെ ശൈത്താൻ സഹായിക്കണത് നമുക്കറിയാതെ, അറിയാത്ത പ്രശ്നമൊന്നുമില്ല. എങ്ങനെ അറിയാം? ആ ശൈത്താനെ സഹായിക്കാൻ റബ്ബ് എന്ത് വ്യവസ്ഥയാണോ, എന്ത് കാര്യകാല ബന്ധമാണോ, എന്ത് സിസ്റ്റമാണോ ആ ശൈത്താന്റെ സിസ്റ്റം, ആ അടിസ്ഥാനത്തിൽ ഓണം എന്താണ് ചെയ്യാൻ പറ്റുക അതോ ചെയ്യും. അത് എന്തൊക്കെ ചെയ്യും നമുക്കറിയാം. അതോട് മാത്രം ശിർക്ക് വരുമോ? ഇല്ല. അത് മനസ്സിലാകാതെ പോയപ്പോഴാണ് സിഹർ യാഥാർത്ഥ്യം വിശ്വസിച്ചാ ശിർക്കാവെന്ന് പറഞ്ഞത്. കാരണം എന്താ? എങ്ങനെ സഹായിക്കാൻ നമുക്ക് അറിയില്ലല്ലോ, അത് വിശ്വസിക്കാൻ പറ്റൂല. എങ്ങനെ സഹായിക്കാൻ നമുക്ക് അറിയും. അതെന്താണ്? ആ ഇതിനെന്താ? കാര്യകാല ബന്ധം. ആ ഇതിനാണ് കാര്യകാല ബന്ധം. അപ്പൊ ശൈത്താന് കാര്യകാല ബന്ധം അതെന്താ? ശൈത്താന് കണ്ണുണ്ട്, ശൈത്താന് കാതുണ്ട്, ശൈത്താൻ നടക്കുന്നുണ്ട്, ശൈത്താൻ കേൾക്കുന്നുണ്ട്. മനുഷ്യൻ കാണാത്തവൻ കാണും, മനുഷ്യൻ കേൾക്കാത്തവൻ കേൾക്കും, മനുഷ്യനേക്കാൾ വേഗം സഞ്ചരിക്കും. ആ അടിസ്ഥാനത്തിൽ ഓണെന്ത് ചെയ്യാൻ പറ്റാണോ അതോ ചെയ്തേക്കാം. അത് വിശ്വസിച്ചാൽ കാരണങ്ങൾക്ക് അധികമായ വിശ്വാസമല്ല. എന്നാൽ ഈ കാരണങ്ങൾക്ക് അധികമായി ലെവലേശം ചെയ്യാൻ പറ്റും വിശ്വസിച്ചാലോ ശിർക്ക് വന്നു. ഇതൊന്നും വേണ്ട. അതാണ് നേരത്തെ പറഞ്ഞത്. കാരക്കുരുവിന്റെ പാട പോലും ശൈത്താനും ഉടമയാക്കുന്നില്ല. മനുഷ്യനേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ശൈത്താന് കാരണങ്ങൾക്കതീതമായി കാരക്കുരുവിന്റെ പാട പോലും ഉടമയാക്കുന്നില്ല. ആ വിശ്വാസം ഉണ്ടെങ്കിലോ ശിർക്ക് വന്നു. അതാണ് മാനദണ്ഡം. അപ്പൊ അവനെ എങ്ങനെ സഹായിക്കും നമുക്കറിയാം. അതെങ്ങനെ? റബ്ബ് വെച്ച വ്യവസ്ഥ എന്താണോ ആ വ്യവസ്ഥ അടിസ്ഥാനത്തിൽ സഹായിക്കും. ആ വ്യവസ്ഥ എന്തെല്ലാമാണ് അത് നമുക്കറിയാം. അത് അല്ലാഹു റസൂൽ പറഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് അറിയാൻ കഴിയുള്ളൂ, അല്ലാതെ അറിയാൻ കഴിയില്ല. അതാണ് വ്യത്യാസം. ശരി. അസ്സലാമു അലൈക്കും. ഞാൻ അബുൽ ഹസൻ എന്നാണ് പേര്. ഞാൻ മൈത്രയാണ് സ്ഥലം. പിന്നെ ഞാൻ ഒരു സമസ്തയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഉസ്താദിനോട് ഞങ്ങളെ നാട്ടിൽ ഒരു മുഖാമുഖം ഉണ്ടായിരുന്നു പടുത്ത്. അവിടുന്ന് ഞാൻ ചോദിച്ചു, മൊഹീദ്ദീൻ ഷെയ്ഖെ എന്റെ രോഗം ശിഫയാക്കണേ എന്ന് നിങ്ങൾ പറയുമോ? അങ്ങനെ പറയുമ്പോൾ ആ മൊഹീദ്ദീൻ ഷെയ്ഖ് അത് കേട്ട് പിന്നെ എവിടെ നിന്ന് എപ്പോൾ പറഞ്ഞാലും മൊഹീദ്ദീൻ ഷെയ്ഖ് നമ്മുടെ മനസ്സിൽ നിന്നൊക്കെ പറഞ്ഞാലും മൊഹീദ്ദീൻ ഷെയ്ഖ് അത് കേട്ട് നമ്മെ സഹായിക്കുമെന്ന്, മൊഹീദ്ദീൻ ഷെയ്ഖ് കേട്ട് നമ്മളെ സഹായിക്കുമെന്നുള്ള വിശ്വാസം നിങ്ങൾക്കുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഉണ്ട്, അത് കുഴപ്പമില്ല, എവിടുന്ന് എപ്പോൾ വിളിച്ചാലും മൊഹീദ്ദീൻ ഷെയ്ഖ് കേൾക്കും എന്ന് ഉസ്താദ് പറഞ്ഞു. അപ്പൊ ഞാൻ അതിന് പറഞ്ഞു കൊടുത്തു. പക്ഷെ ഞാൻ അവിടെ 6ാം ക്ലാസ് വരെ പോയിട്ടുള്ളൂ. അപ്പം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോടും അഞ്ചന്മാരോടും ഒക്കെയുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ ഇവിടെ ചോദിക്കുന്നത്. ആധികാരികമായിട്ട് തന്നെ പണ്ഡിതന്മാർ തന്നെ അതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കണം. എൻ്റെ സുഹൃത്തുക്കളും അനിയന്മാരും ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് ശിർക്ക് വരുന്നതെന്നും പിന്നെ ഞാൻ അതിൽ പറഞ്ഞു വൈബ് അറിയുന്നു. പിന്നെ റസൂലിന് എല്ലാ സമയവും നമ്മളെയൊക്കെ ലൈവായി ഇങ്ങനെ കണ്ടിരിക്കുന്നുണ്ടോ, വൈബ് അറിയുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ആ ഉസ്താദ് ഒരു പ്രധാനപ്പെട്ട ഉസ്താദാണ്, മുഖാമുഖമൊക്കെ അവതരിപ്പിക്കുന്ന ഉസ്താദാണ്, പേര് ഞാൻ പറയില്ല. ആ ഉസ്താദ് പറഞ്ഞു, അതിന് തെളിവ് പറഞ്ഞത് റസൂല് ആര് എവിടെ നിന്ന് സലാം പറഞ്ഞാലും അത് സലാം റസൂല് വീട്ടുന്നുണ്ട്, അത് തന്നെയാണ് അതിന് തെളിവ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു മലക്കുകളാണ് അത് എത്തിക്കുന്നത്, റസൂൽ കേട്ടിട്ടല്ല ആ കാര്യം. അപ്പം എനിക്കിവിടെ പറയാനുള്ളത്, ഞാനൊരു സാധാരണക്കാരനാണ്. അപ്പൊ നീ ഇത് പറയണ്ട എന്ന് എൻ്റെ സഹോദരന്മാർ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ അവരെ പരിഹസിക്കും ചെയ്യരുത്. അവർക്ക് വ്യക്തമായി ആധികാരികമായിട്ട് ഉസ്താദിനെ പറഞ്ഞു കൊടുക്കും. നമ്മളിതൊരു അവസാനത്തെ ചോദ്യമായി പരിഗണിക്കുകയാണ്. നിയമപാലകർ അനുവദിച്ച സമയം 10 മണിയാണ്. അത് കഴിഞ്ഞ് 10:10 ബാലുശ്ശേരിയുടെ ഒരു 5 മിനിറ്റ് ഒരു സമാപന സംസാരം കൂടി ഇൻഷാ അല്ലാഹ് നമ്മൾ ഉദ്ദേശിക്കുന്നുമുണ്ട്. അതുകൊണ്ട് ഇതും കൂടി പറഞ്ഞ് നിർവാഹമില്ലാത്തതുകൊണ്ട് മാത്രം നീട്ടിക്കൊണ്ടുപോയ ഒരാൾ ആഗ്രഹമുണ്ട്. നല്ല വൈജ്ഞാനികമായ ഒരു ചർച്ചയാണ്. പക്ഷെ നമുക്ക് നിയമപാലകന്മാർ പറഞ്ഞ പരിധികൾ നമ്മൾ അംഗീകരിച്ചില്ലെങ്കിൽ ഇനി മുന്നോട്ടുള്ള ബാക്കി പരിപാടികൾക്കൊക്കെ അത് പ്രയാസമാകുമല്ലോ. നമ്മളെല്ലാവരും അത് ആ നിലക്ക് ഉൾക്കൊള്ളുക. നമുക്ക് ഇനിയും വേദികൾ സംഘടിപ്പിക്കാം. ഏതായിരുന്നാലും സമസ്തക്കാർ നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിക്കുന്ന ഒരു വിശ്വാസം യഥാർത്ഥത്തിൽ നിങ്ങൾ ഈ പറഞ്ഞ ആ വിശ്വാസം തന്നെയാണ്. അള്ളാഹുവിന്റെ അമ്പിയാക്കളും ഔലിയാക്കളും ഒക്കെ ലോകത്തെ എവിടുന്ന് വിളിച്ചാലും അവർ കേൾക്കും, അവർ കാണും, അവരറിയും. നമ്മുടെ മനസ്സ് പോലും അവർ അറിയും.
കാരണം മാലപ്പാട്ടിലൊക്കെ അവർ പഠിപ്പിച്ച അങ്ങനെയാണ്, കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണുമ്പോൾ ഞാൻ നിങ്ങളുടെ കൽഭാഗം എന്നോവർ, കൽബിലുള്ളത് ഞാൻ കാണും, കുപ്പിയകത്തുള്ള വസ്തുവിനെ കാണുന്നത് പോലെ. എല്ലാ നിലത്തുനിന്നും എന്നെ വിളിപ്പോർക്ക് വായ്പൂടത് ഉത്തരം ചെയ്യും ഞാൻ എന്നോവർ, എവിടുന്ന് വിളിച്ചാലും വായപൂടും മുമ്പ് ഞാൻ ഉത്തരം ചെയ്യും എന്നൊക്കെ മഹാന്മാരെ കുറിച്ച് അവർ വിശ്വസിക്കുന്നു. യഥാർത്ഥത്തിൽ അത് റഹ്മാനായ റബ്ബിന്റെ മാത്രം കഴിവാണ്. ലോകത്തെ എവിടുന്ന് വിളിച്ചാലും കേൾക്കുന്നത് മാത്രമല്ല, ഏത് വിളിയും നമ്മൾ നേരത്തെ ഇതിലെയും വിശദീകരിച്ച പ്രകാരം കാരണങ്ങൾക്ക് അതീതമായി കേൾക്കാൻ ഒരു സൃഷ്ടിക്കും സാധ്യമല്ല. മൊഹീദ്ദീൻ ശൈഖിന് അദ്ദേഹത്തിന്റെ കാരണം എന്തോ ആ കാരണം ഉണ്ടായിരുന്ന കാലത്ത് അതിനുള്ളിൽ നിന്ന് കേൾക്കാൻ പറ്റും. മൊഹീദ്ദീൻ ശൈഖ് ജീവിച്ച കാലത്ത് അദ്ദേഹത്തിനൊരു കാഴ്ചയുണ്ട്, ആ കേൾവിയുണ്ട്, ആ പരിധിയിൽ നിന്നുകൊണ്ട് കാണാനും കേൾക്കാനുമേ അദ്ദേഹത്തിനും കഴിഞ്ഞിട്ടുള്ളൂ. അതിനപ്പുറം കാണാനും കേൾക്കാനും അദ്ദേഹത്തിന് ജീവിതകാലത്തും കഴിയില്ല. മരിച്ചതോടുകൂടി ആ കാരണങ്ങൾ അവസാനിച്ചു. ഈ ലോകത്തിൽ നിന്ന് ബർസഖി ലോകത്തേക്ക് അദ്ദേഹം മാറി. ഇനി ബർസഖി ലോകത്ത് അദ്ദേഹത്തിന് കാഴ്ചയും കേൾവിയും അവിടുത്തെ അനുഭവങ്ങളും രക്ഷാശിക്ഷകളൊക്കെ ഉണ്ടാവാം. ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട് ഇവിടെ ഇടപെട്ട് ഇവിടുത്തെ കാര്യങ്ങൾ കേൾക്കാനും അറിയാനും അത് സഹായിക്കാനും അവരെ കൊണ്ട് സാധ്യമല്ല. അതുകൊണ്ട് ആ വിശ്വാസം വെക്കുമ്പോൾ കാരണങ്ങൾ അവസാനിച്ചാലും കേൾക്കാൻ കഴിയും എന്ന് വിശ്വസിച്ചെങ്കിലേ വൈദേശികളെ വിളിച്ചാൽ കേൾക്കുന്നു പറയാൻ പറ്റുള്ളൂ. കണ്ണൊന്നും ആവശ്യമില്ല, കാതൊന്നും ആവശ്യമില്ല, ആ കാരണങ്ങളൊക്കെ ഇല്ലാതായി മരിച്ചുപോയി, എന്നാലും എന്റെ വിളി അദ്ദേഹം കേൾക്കും എന്ന് വരുമ്പോൾ കാരണങ്ങൾക്കപ്പുറം കേൾക്കാൻ കഴിവുള്ളത് എന്ന വകുപ്പിലേക്ക് അദ്ദേഹത്തെ ചേർത്തി. അഥവാ റബ്ബിന്റെ അതേ വിശേഷണം ശൈഖിന് വകച്ചു കൊടുത്തു. അത് നമ്മളിപ്പോ നേരെ പറഞ്ഞ ജിന്ന് വിഷയം തന്നെയാണ്. ജിന്നുകൾക്ക് റബ്ബ് കൊടുത്ത കണ്ണുണ്ട്, കാതുണ്ട്, അവരുടെ ശേഷിയുണ്ട്, പ്രവർത്തനമുണ്ട്. ആ പ്രവർത്തനങ്ങളിൽ അവർക്ക് ചെയ്യാൻ പറ്റിയവ ചെയ്യുന്നു. ഒരു ജിന്ന് മരിച്ചാലോ അതൊക്കെ അവസാനിച്ചു. ഒരു ജിന്ന് മരിച്ചു, അവൻ്റെതെല്ലാം അവസാനിച്ചു. ഓരോ കാഴ്ച കഴിഞ്ഞു, ഓരോ കേൾവി കഴിഞ്ഞു, അവന്റെ പ്രവർത്തനങ്ങളെല്ലാം നിലച്ചു. അവന്റെ ഈ ലോകത്ത് അവൻ പോയി, ബർസഖ് ലോകത്തേക്ക് പോയി. ഇനി അവൻ കേൾക്കുന്നു വിശ്വസിച്ചാലോ ശിർക്ക് വന്നു. ഇവിടെ ഉള്ള ജിന്നോ അവന് കണ്ണും കാതും ഒക്കെ ഉപയോഗിച്ച് കേൾക്കാൻ പറ്റുന്ന എന്താണോ അതോ കേൾക്കുന്നു, കാണാൻ പറ്റുന്നത് കാണുന്നു, അതിനപ്പുറമോ അവനും കാണാൻ കഴിയില്ല. അത് വിശ്വസിച്ചാൽ ശിർക്ക് വരുന്നില്ല. അതുകൊണ്ട് ആ ശൈത്താന്റെ ഷെറിന് കാവലിനെ തേടാൻ നബി നമ്മോട് ആവശ്യപ്പെട്ടു. എന്നാൽ മൊയ്തീൻ ശൈഖിന്റെ ഷെർ അല്ലെങ്കിൽ മരിച്ചുപോയ അബൂജഹലിന്റെ ഷെറിനോ കാവലിനെ തേടാൻ വേണ്ടി നബി നമ്മോട് ആവശ്യപ്പെട്ടില്ലല്ലോ. മരിച്ചുപോയ അബൂജഹലിന്റെ ഷെർ നിങ്ങൾ കാവലിനെ തേടണം റബ്ബിനോട് എന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ ശൈത്താന്റെ ഷെറിന് കാവലിനെ തേടണമെന്ന് പറയുകയും ചെയ്തു. അപ്പൊ ഒന്നും ഷെർ ഉണ്ടാവും, മറ്റേത് ഷെർ ഉണ്ടാവില്ല എന്നർത്ഥം. അതാണ് അതിലെ വ്യത്യാസം. അപ്പൊ അവരെ വിശ്വാസപ്രകാരം ലോകത്തെ എവിടുന്ന് വിളിച്ചാലും കേൾക്കും. ഇലാഹാന്ന് വിശ്വസിക്കാഞ്ഞാൽ മതി, ബാക്കി ഒരു പ്രശ്നമില്ലാതെ. അപ്പൊ ഇലാഹാന്ന് വിശ്വസിച്ചാൽ ശിർക്ക് തന്നെയാണ്. ഇലാഹാന്ന് വിശ്വസിച്ചില്ലെങ്കിലും ശിർക്ക് വരാം. അള്ളാഹു റസൂലിനോട് സ്വഹാബിയോട് പറഞ്ഞ നബിയെ, നിങ്ങളും അള്ളാഹും ഉദ്ദേശിച്ചതാണ് നടക്കുക. നബി പറഞ്ഞു, നീ എന്നെ റബ്ബിനോട് തുല്യമാക്കുകയാണോ? നീ എന്നെ റബ്ബിനോട് തുല്യമാക്കുകയാണോ? നബി ഇലാഹാന്ന് ഏതായാലും ആ സ്വഹാബി വിശ്വസിക്കുമല്ലോ. എന്നിട്ട് പോയി നബി ചോദിച്ചെന്താ, എന്നെ പടച്ച റബ്ബിനോട് നീ എന്നെ തുല്യനാക്കുകയാണോ? വാള് തൂക്കിയിട്ട് ബർക്കത്തെടുക്കാൻ ഒരു മരം വേണം നബിയെ എന്ന് പറഞ്ഞപ്പോൾ ഇലാഹ് വേണമെന്ന് ചോദിക്കും പോലെയാണ് എന്നാ നബി കൊടുത്ത മറുപടി. ഒരു ബർക്കത്തിന് വേണ്ടി വാളും തൂക്കിയിട്ടിട്ട് ആ വാളേറ്റ് പോയാൽ ഒരു പ്രത്യേക ഒരു കഴിവുണ്ടാകും, ഒരു വിജയം കിട്ടും എന്ന നിലയ്ക്ക് ഒരു മരം നബി നിങ്ങൾ നിശ്ചയിച്ചെല്ലാം എന്ന് പറഞ്ഞപ്പോഴേക്ക് നബി പറഞ്ഞാ ഒരു ഇലാഹ് വേണമെന്ന് പറയും പോലെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ, അവന്റെ പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ സൃഷ്ടികൾക്ക് വകവെച്ചു കൊടുക്കൽ അവിടെ വരുന്നു. അത് ജിന്നിനുമില്ല, മലക്കിനുമില്ല, മനുഷ്യനുമില്ല, ഒന്നുമില്ല. എന്നാൽ അതിൽ മലക്ക്, ജിന്ന് ഇതൊക്കെ നമ്മുടെ പഞ്ചേന്ദ്രത്തിൽ പെടാത്തതാണ്. ആ ഒരു അർത്ഥത്തിൽ അവരുടെ ലോകം വൈബിയായ ലോകമാണ് എന്ന് പറയാം. അഥവാ ആപേക്ഷികമായി പഞ്ചേന്ദ്രങ്ങൾക്കപ്പുറത്ത് അത് പ്രമാണങ്ങൾ പോലെ പറ്റി എന്ത് പറഞ്ഞോ അത് നമുക്ക് അറിയാൻ നിർവാഹമുള്ളൂ. പരീക്ഷിച്ച് ഗവേഷണം ചെയ്തും കിട്ടുന്ന ഒന്നല്ല അത് എന്ന അർത്ഥത്തിലാണ് ആ പറഞ്ഞത്. എന്നാൽ ലോകം എന്ന് പറയുമ്പോൾ ചില ആൾക്ക് ഇപ്പോ ആലമുൽ ഗൈബ്, ആലമുൽ ഷഹാദ അത് തിരിയാത്ത ചില പ്രശ്നങ്ങൾ ചിലക്കുണ്ട്. നമുക്ക് ഇപ്പൊ തോന്നുന്നു ആലമ് എന്ന് പറഞ്ഞാൽ തന്നെ റബ്ബല്ലാത്തതാണ്. ആലം എന്ന് പറഞ്ഞാൽ തന്നെ മാസിവൽ ബാരി സുബ്ഹാന, അള്ളാഹു അല്ലാത്തതിന് ആലമ് എന്ന് പറയാം. അപ്പൊ ആലമുൽ ഗൈബായാലും ആലമുൽ ഷഹാദ ആയാലും അതൊക്കെ ആലമാണ്. അള്ളാഹു തആല അതിനപ്പുറത്ത് മാസിവൽ ബാരി, ബാരി അല്ലാത്തത് റബ്ബല്ലാത്തതൊക്കെ ആലം. അപ്പൊ ആലമിലെ സിസ്റ്റമാണ് എന്ത് റബ്ബ് വെച്ച ഈ സബബും സബബാത്ത്. അള്ളാഹിനെ സംബന്ധിച്ചോ ഈ കാരണങ്ങളൊന്നും ആവശ്യമില്ല. കാരണങ്ങളൊന്നുമില്ലാതെ കാര്യം നടക്കും. ഒരു മരം മുളപ്പിക്കാൻ മരം ഉണ്ടാകട്ടെ റബ്ബ് ഉദ്ദേശിച്ചാൽ അതുണ്ടാകും. അവിടെ വിത്ത് വേണ്ട, വളം വേണ്ട, വെള്ളം വേണ്ട, ഒന്നും വേണ്ട. ഒരു മനുഷ്യൻ മരം മുളപ്പിക്കണമെങ്കിൽ അവന് വിത്തിടണം, വളം ഇടണം, വെള്ളം ഒഴിക്കണം. അള്ളാഹ് തൗഫീഖ് ഉണ്ടെങ്കിൽ അത് മുളക്കും. ജിന്നിന് കൃഷി ചെയ്യണമെങ്കിൽ ഇതേ സിസ്റ്റം അവരുടെ ലോകത്ത് എന്താണോ അതവർ ചെയ്യണം. മനുഷ്യന്മാരും പക്ഷികളും മൃഗങ്ങളും ജിന്നുകളും മലക്കളും എല്ലാം അവർക്ക് നിശ്ചയിച്ച വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നു. മരിച്ചു പോയതോടുകൂടി ഈ ലോകത്തുള്ള കാരണങ്ങൾ അവസാനിച്ചു. അവർ ബർസഖി ലോകത്തേക്ക് പോയി. അവർ ഇവിടെ കാണുകയോ കേൾക്കുകയോ ഇടപെടുകയോ നമ്മുടെ വിഷയത്തിൽ അവർ സഹായിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അത് വിശ്വസിക്കാൻ സാധ്യവുമല്ല. അതുകൊണ്ടാണ് സലാം ചൊല്ലിയാൽ ആ സലാം എത്തിക്കാൻ അള്ളാഹു മലക്കളെ ഏൽപ്പിച്ചത് പറഞ്ഞതിന്.
അല്ലെങ്കിൽ സ്വഹാബികൾ അപ്പൊ ചോദിക്കും നബി എന്താ ഇപ്പൊ സലാം മാത്രം പറയാന്, ഞങ്ങൾ വിളിച്ചാലും കേൾക്കൂലേ, ഞങ്ങൾ പറഞ്ഞാലും കേൾക്കൂലേ, ഞങ്ങളെ വീട്ടിലൊക്കെ ഹാജരാകൂലേ, ഞങ്ങളൊക്കെ സഹായിക്കൂലേ, പിന്നെ എന്താ ഇപ്പൊ സലാം മാത്രം അവിടെ എത്തുന്നു പറയാൻ എന്നാണല്ലോ സ്വഹാബികൾ ചോദിക്കുക. ആ സ്വഹാബികൾ ചോദിച്ചിട്ടില്ല. അപ്പൊ അവർക്ക് അസ്ല അങ്ങനത്തെ ഒന്നുമില്ല. ഏതെങ്കിലും ഒന്നും ഉണ്ട് എന്ന് അള്ളാഹു റസൂലും പറഞ്ഞാൽ അതുണ്ട്. അപ്പൊ സലാം എത്തിക്കപ്പെടുന്നത് അതുണ്ടാവും, അത്രേ ഉള്ളൂ. അല്ലാതെ അത് വെച്ച് വ്യാപകമായ എല്ലാത്തിലേക്കും അത് ചാർത്താനും സാധ്യമല്ല. അതുകൊണ്ട് നമ്മൾ കണക്കാക്കേണ്ട എല്ലാത്തിനും കാര്യകാല ബന്ധങ്ങൾക്ക് അപ്പുറമായ കഴിവ് അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ജീവിതത്തിൽ എപ്പോഴും എന്തിനും ഏത് പ്രശ്നങ്ങൾക്കും വിജനപ്രദേശത്തോ ജനപ്രദേശത്തോ രാത്രിയിലോ പകലിലോ കരയിലോ കടലിലോ എവിടെയാണെങ്കിലും നമ്മുടെ തേട്ടങ്ങൾ ദുആ ആണോ, പ്രാർത്ഥനയാണോ, സഹായാർത്ഥനയാണോ, ഇസ്തിഗാസയാണോ, ഇസ്തിഗാസത്താണോ, വിവാദത്താണോ എല്ലാം റഹ്മാനായ റബ്ബിനോട് മാത്രം. അല്ലാത്ത പരസ്പരമുള്ള ചോദ്യങ്ങളാണോ അനുവദിക്കപ്പെട്ട മേഖലകളിൽ അനുവദിക്കപ്പെട്ട രംഗത്ത് നമുക്ക് ചോദിക്കാം. അതിനപ്പുറമുള്ളത് പാടില്ല. മനുഷ്യരോടാകുമ്പോൾ നന്മയിലാണെങ്കിൽ അനുവദിച്ചു, തിന്മയിലാണെങ്കിൽ മനുഷ്യന്മാരോടും പാടില്ല. ജിന്നിനോടാകുമ്പോൾ നന്മയിലും പാടില്ല, തിന്മയിലും പാടില്ല, ഒന്നിലും പാടില്ല. അതെല്ലാം ഇസ്തിംതാ ആണ്, അതെല്ലാം ശിർക്കിലേക്ക് എത്തിക്കുന്നതാണ്, അതെല്ലാം ഹറാമാണ്, നമ്മുടെ ഈമാൻ തെറ്റിക്കുന്നതാണ്. നമ്മളെ സംബന്ധിച്ച് ഒരു ജിന്നും ഒരു ശൈത്താനും ഒരു മലക്കും ഒരു നബിയും ഒരു വലിയും ഒരു മഹാനും വിളിച്ചു തേടപ്പെടാൻ നമുക്ക് ആവശ്യമില്ല. ഹസ്ബി അല്ലാഹ്, എനിക്ക് അല്ലാഹു മതി എന്നാണ് നമ്മളൊക്കെയും ഉറപ്പിക്കേണ്ടത്. അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന അടിസ്ഥാന ആശയം എന്ന് കൂടി സൂചിപ്പിക്കുന്നു. നേരത്തെ ചോദ്യകർത്താവിന് മൈസഫ് വിശദീകരിച്ചപ്പോൾ ജിന്നിന്റെ ശബ്ദം നമ്മൾ കേൾക്കും എന്ന് പറഞ്ഞ ശിർക്കാവും എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ഒരു വാചകമായിട്ടുണ്ട്. തിരിച്ചാണ്, അതായത് നമ്മുടെ ശബ്ദം ജിന്ന് കേൾക്കും എന്ന് പറഞ്ഞാൽ ശിർക്കാവും എന്ന് പറയേണ്ടി വരും എന്നാണ് അവിടെ ഉദ്ദേശിച്ചത്. പക്ഷെ പറഞ്ഞപ്പോ ജിന്നിന്റെ ശബ്ദം നമ്മൾ കേൾക്കുന്ന വിശ്വസിച്ച ശിർക്കാവും എന്ന് പറയേണ്ടി വരൂലേ എന്ന് അദ്ദേഹത്തിന്റെ സംസാരത്തിൽ ഒരു വാചകത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നിട്ടുണ്ട്. ഇവ നാളെ പിറ്റേ അതെടുത്ത് വരണ്ടെന്നുള്ളതിലേക്ക് മാത്രമാണ് അത് സൂചിപ്പിക്കുന്നത്. അൽഹംദുലില്ലാഹ്, ഈ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുമ്പോൾ ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മുടെ ബഹുമാന്യനായ മുജാഹിദ് ബാലുശ്ശേരി എടുത്ത് വളരെ ഒരു ആകത്തുകയും നമ്മൾ ഉൾക്കൊള്ളേണ്ടുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ കുറഞ്ഞ മിനിറ്റുകളിൽ ഇൻഷാ അല്ലാഹ് അദ്ദേഹം വിശദീകരിക്കും. അദ്ദേഹത്തിന് വേണ്ടി ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد. പണ്ഡിതന്മാരെ, സഹോദരന്മാരെ, സഹോദരികളെ, വിശുദ്ധ ഖുർആനിലെ ഒന്ന് രണ്ട് വാചകങ്ങൾ യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വഉമ്മിഹി വഅബീഹി വസാഹിബതിഹി വഅഖീഹി എന്ന് തുടങ്ങിയ വിവിധ രൂപത്തിൽ ഖുർആനി വാചകത്തെ മാതാപിതാക്കൾ കൂട്ടനില്ലാത്ത ഒരു ലോകം, മക്കളെ മാതാപിതാക്കൾ തിരിഞ്ഞു നോക്കാത്ത ഒരു ലോകം, മക്കൾക്ക് മാതാപിതാക്കൾക്ക് ഒന്നും അധീനപ്പെടുത്തി കൊടുക്കാൻ കഴിയാത്തൊരു ലോകം, ആത്മമിത്രം ആ മിത്രത്തെ വിട്ട് ഓടിപ്പോകുന്ന ദിവസം, സഹോദരൻ സഹോദരനെ വിട്ടു പോകുന്ന ദിവസം, എമ്പാടും കാര്യങ്ങൾ ഓരോ വ്യക്തിക്കും ഉണ്ടാകുന്ന പരലോകം. ലാ യതകല്ലമൂന ഇല്ലാ മൻ അദിന ലഹു റഹ്മാൻ വഖാല സവാബ. അല്ലാഹു അവിടെ ആർക്കും ഉണ്ടാകാൻ കഴിയില്ല, അല്ലാഹു അനുവാദം കൊടുത്തവരും സത്യപ്പെടുത്തിയവരുമല്ലാതെ. ഒരാളുടെ പാപഭാരവും മറ്റൊരാളെ ഏറ്റെടുക്കാത്ത ഒരു ലോകത്തെക്കുറിച്ച് നമ്മളൊക്കെ സംസാരിക്കാറുണ്ട്. മുസ്ലിം സംഘടനകളെല്ലാം അത് പറയാറുണ്ട്. ഞാൻ ഈ ക്ലാസ്സിൽ നേരത്തെ വന്നിട്ടുള്ള ഒരാളാണ്. ഈ സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് കഴിഞ്ഞ മിനിയാന്ന് ഞാൻ ഫൈസൽ മൗലവിനോട് പറഞ്ഞു, ഞാനും ഉണ്ടാവും ഈ കൂടെ, കേൾക്കാനാണ്, പഠിക്കാനാണ്, ചിന്തിക്കാനാണ് ഞാൻ വരുന്നത് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. സുഹൃത്തുക്കളെ, ഇവിടെ വന്നപ്പോ എനിക്ക് തോന്നിയിട്ടില്ല, ഞാൻ ഫൈസൽക്ക പറഞ്ഞ പോലെ എന്റെ തുടക്കം മുതൽ കേട്ടപ്പോൾ ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായി പറയാണ്, ഇനിയും നമുക്കിതൊന്നും കക്ഷിത്വത്തിന്റെ പേരിൽ നമ്മൾ അംഗീകരിക്കുന്നില്ലെങ്കിൽ പരലോകം ഭയാനകരമായിരിക്കുമെന്ന് മാത്രമാണ് ഞാൻ ഈ സന്ദർഭത്തിൽ പറയുന്നത്. നമ്മള് സമസ്തക്കാരോട് പറയാറുണ്ടായിരുന്നു, ഖുർആനും സുന്നത്തും തെളിവ് കിട്ടിയിട്ട് നിങ്ങളത് അംഗീകരിക്കുന്നില്ലെങ്കിൽ നാളെ നിങ്ങളുടെ സ്ഥിതി ഭയാനകരമാണ് എന്ന് നമ്മൾ സമസ്തക്കാരോട് നിരന്തരമായി പറയാറുണ്ടായിരുന്നു. ഞാനിത് മുജാഹിദുകളോട് വളരെ ഗൗരവമായി പറയുകയാണ്. അലം യഅതികും നദീർ ഖാലൂ ബലാ ഖദ് ജാഅനാ നദീർ ഫകذبنا وقلنا ما نزل الله من شيء إن أنتم إلا في ضلال كبير وقالوا لو كنا نسمع أو نعقل ما كنا في أصحاب الصغير. സൂറത്തുൽ മുൽക്കിലെ 8, 9, 10 വചനം. അല്ല ചങ്ങായിമാരെ, നിങ്ങൾക്ക് ഈ ഭൗതിക അഭൗതികവും ജിന്നും സിഹറും ഇതൊക്കെ കൃത്യമായി മണിമണി പോലെ പറഞ്ഞു തരാൻ അധ്വാനിച്ച ഒരു ജനപദമില്ലായിരുന്നോ?
നിങ്ങൾ നിന്ദിച്ചവർ, നിങ്ങൾ പരിഹസിച്ചവർ എത്ര ക്ലിയറായി നിങ്ങൾക്ക് വിശദീകരിച്ചു തന്നിരുന്നു. ഞങ്ങളതിനെ കളവാക്കുകയായിരുന്നു, ഞങ്ങളതിനെ പരിഹസിക്കുകയായിരുന്നു. അവസാനം യൗമ തുഖല്ലബു വുജൂഹും ഫിന്നാർ യഖൂലൂന യാ ലൈതനാ അതാനല്ലാഹ് വഅതാനർ റസൂല എന്ന് പറയുന്ന ഒരു അവസ്ഥ. പടച്ചവനെ ഞങ്ങളുടെ സാദത്തനാ വഖുബ്റാന, ഞങ്ങളുടെ പണ്ഡിത പുരോഹിതന്മാർ ഞങ്ങളെ വഴിതെറ്റിച്ചു കളഞ്ഞു നാഥ. റബ്ബന ആതിഫൈന മിനൽ അദാബ്, പടച്ചവനെ അവർക്ക് ഇരട്ടി ശിക്ഷ കൊടുക്കണേ എന്ന് പറയുന്ന ഒരു ലോകം വരാനുണ്ട്. കക്ഷിത്വത്തിന് അതീതമായി, വ്യക്തിപൂജക്ക് അതീതമായി, വ്യക്തികളോടുള്ള വിരോധത്തിന് അതീതമായി, കോപങ്ങൾക്ക് അതീതമായി നാളെ മഹ്ശറിലേക്ക് യാത്ര പോകുമ്പോ അള്ളാഹു പറയണം അന്ന് നമ്മളെ തൃപ്തിപ്പെട്ടു എന്ന്. ബഹുമാനനായ അബ്ദുൽ ജബ്ബാർ മൗലവി ഇങ്ങോട്ട് വരുമെന്ന് ഞാൻ വിചാരിച്ച ആളല്ല. അദ്ദേഹത്തെ കണ്ടപ്പോൾ എന്റെ സന്തോഷം, അതിനുശേഷം അദ്ദേഹവുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്തപ്പോൾ ഇരട്ടി സന്തോഷം. കാരണം ഈ ചർച്ചകളുടെ എല്ലാറ്റിന്റെയും ഒരു കൂലി അബ്ദുൽ ജബ്ബാർ മൗലവിക്കുണ്ട് എന്നോർക്കുമ്പോൾ പടച്ചവനെ, അദ്ദേഹത്തിന് എവിടെയെങ്കിലും എഴുത്തിലോ പ്രബോധനത്തിലോ അബദ്ധം പറ്റിയെങ്കിൽ അത് തിരുത്താൻ പോകുന്ന മത്സരങ്ങൾക്ക് അദ്ദേഹം വിധേയമായി. ബിംബാരാധകർക്ക് ബിംബത്തെ കൊണ്ടുപോയി കൊടുത്ത ആ വ്യക്തിക്ക് തുല്യമാണ് എന്ന് ജാമിഅ നദിവയിൽ വെച്ച് ഒരു പണ്ഡിതൻ പ്രസംഗിച്ചപ്പോ കരഞ്ഞിട്ടുണ്ട് ഞങ്ങളൊക്കെ. പടച്ചവനെ, ഇവിടെ ഇതൊക്കെ വിശദീകരിക്കാൻ അവസരമുണ്ടായത് ആ ഇസ്ലാഹിലെ വാചകത്തിന്റെ പേരിലാണെങ്കിൽ പടച്ചവനെ, അതിന്റെ കൂലി ഈ മാന്യദേഹത്തിനുണ്ട്. ഒന്നുകൂടെ ഞാൻ പറയാം, അമ്പലക്കട അബ്ദുൽ ഹമീദ് ഫൈസി ശിർക്ക് പ്രചരിപ്പിച്ച് ആളുകളെ കൊണ്ട് ശിർക്ക് ചെയ്യാൻ ശ്രമിച്ചപ്പോ ആളുകളെ, നിങ്ങൾ ശിർക്കിലേക്ക് പോകരുത്, തൗഹീദിൽ ഉറച്ചു നിൽക്കണം, നിങ്ങൾക്ക് നരകമായിരിക്കും എന്ന ആശയം പഠിപ്പിക്കാനാണ് ഈ വിഷയങ്ങൾ വിശദമായി പഠിപ്പിച്ചത്. നേരത്തെ ചോദ്യകർത്താവിനോട് ചോദിച്ചല്ലോ, നിങ്ങൾ ഇത് ഫുള്ളായിട്ട് വായിച്ചിട്ടുണ്ടോ? ഇല്ല സഹോദരങ്ങളെ, ഈ എഴുത്തപ്പോഴുണ്ടായി, അറിഞ്ഞില്ല. എന്തിനു വേണ്ടി ഉണ്ടായി, എപ്പോൾ ഇതൊക്കെ പറഞ്ഞു, അതറിയാതെ പഠിക്കാതെ കാര്യങ്ങൾ മനസ്സിലാക്കാതെ പോയാൽ അള്ളാഹുവിന്റെ കോടതിയിൽ അള്ളാഹ് മാറ്റി നിർത്തുന്നവരുടെ കൂട്ടത്തിൽ ഞാനും നിങ്ങളും വിട്ടുപോകാൻ പാടില്ല. സുഖലോലുപതയുടെ ഭൗതിക ലോകത്തിന്റെ പ്രമുഖതയിൽ നിന്ന്, ഫിറഔനിന്റെ കൊട്ടാരത്തിൽ നിന്ന് മൂസാ നബി യഥാർത്ഥ പ്രവാചകനാണെന്ന് മനസ്സിലാക്കിയപ്പോ, ഈ വടി കേവലം മടിയല്ലെന്ന് മനസ്സിലാക്കിയപ്പോ, ഇന്ത്യയിൽ നിന്നും വന്ന് മജീഷ്യന്മാർ ഉൾപ്പെടെ 5000 മജീഷ്യന്മാർ കാണിച്ച മേജിക് അല്ല ഇതെന്ന് മനസ്സിലായപ്പോ, ഇത് മുഅ്ജിസത്താണെന്ന് തെളിഞ്ഞപ്പോ, രാജകൊട്ടാരത്തിലെ ഏത് പീഡനങ്ങളെയും ആ പീഡനങ്ങളെ അവഗണിച്ചുകൊണ്ട് പടച്ചവനെ, റബ്ബിബിനിലി ഇൻദക ബൈതം ഫിൽ ജന്ന, ഇനി എനിക്ക് ഫിറഔനിന്റെ കൂടെയുള്ള സഹവാസം വേണ്ട, എനിക്ക് കൊച്ചു കൊട്ടാരം, ഇനി ഇവിടെയുള്ള കൊട്ടാരം എനിക്ക് വേണ്ട റബ്ബേ, അവിടെ മതി. അതുകൊണ്ട് ഇവിടെയുള്ള ഏതേത് പരീക്ഷണങ്ങളും എനിക്ക് പ്രശ്നമല്ല നാഥാ എന്ന് പറഞ്ഞ ആസിയ ബീവിയുടെ ഈമാൻ, അതുപോലെ ആ അസ്ഹാബുൽ ഖൗഫിന്റെ ഈമാൻ, രാജാക്കന്മാരെതിരായി, നാടെതിരായി, ജനമെതിരായി, എല്ലാവരും എതിരായി, പക്ഷേ ആദർശം തുറന്നു പ്രഖ്യാപിച്ചു. വറബത്നാ അലാ ഖുലൂബിഹിം ഇദ് ഖാമു ഫഖാലു റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ് ലൻ നദുആ മിൻ ദൂനിഹി ഇലാഹൻ ലഖദ് ഖുൽനാ ഇദൻ ശതതാ എന്ന് പറഞ്ഞ വാചകം, അല്ലാഹു അല്ലാത്തവരെ ഞങ്ങൾ വിളിക്കില്ല, അത് അന്യായമായ വാക്കാണ്. ആ അന്യായം വാൾത്തലപ്പ് കണ്ടിട്ട് ഞങ്ങൾ മാറ്റിവെക്കില്ല, ആ അന്യായത്തിന് ഞങ്ങൾ കൂട്ടുനിൽക്കില്ല. ലാ ഇബാദുല്ലയിൽ ശിർക്കില്ലെന്ന് നമ്മൾ പറയുന്നത് ആ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബലിനെ മുശ്രിക്കാണെന്ന് പറയാൻ, ലാ ഇബാദുല്ലയുടെ മഥിലിൽ ശിർക്കുണ്ടെന്ന് പറയാൻ നമ്മളാളല്ല. അള്ളാഹുവിന്റെ ഗ്രന്ഥം അത് അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ രക്ഷപ്പെടുമായിരുന്നു. അത് അള്ളാഹുവിന്റെ കലാമാണെന്ന സത്യത്തെ മൂടിവെച്ചാൽ ആഖിറമാണ് നഷ്ടപ്പെടുന്നത്. അതുകൊണ്ടാണ് ഈ ന്യൂനപക്ഷം, ആരാരുമില്ലാത്ത ഈ ന്യൂനപക്ഷം, അവഗണിക്കപ്പെട്ട ഈ ന്യൂനപക്ഷം, ഞങ്ങൾ നിങ്ങളോട് അനീതിയുടെ വാക്ക് ഞങ്ങൾ പറഞ്ഞിട്ടില്ല, നിങ്ങളിൽ ഒരാളെ ഞങ്ങൾ നിന്ദിച്ചിട്ടില്ല, നിങ്ങളിൽ ഒരാളെ ഞങ്ങൾ പരിഹസിച്ചിട്ടില്ല. പത്തനത്താണിയിൽ വെച്ച് ഹുസൈൻ സലഫിയെ ഞാൻ പച്ച മലയാളത്തിൽ പറയുന്നു, തീട്ടത്തിലിരിക്കുന്ന ഈച്ച എന്ന് വിളിച്ചവർ കഴിഞ്ഞ ആഴ്ചയും പ്രസംഗിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, ഞങ്ങൾ അങ്ങനെ ഒരു വാക്ക് നിങ്ങളോട് പറയുന്നില്ല. ഒന്നേ ഞങ്ങൾ നിങ്ങളോട് പറയുന്നുള്ളൂ, ഈ ആശയത്തെ ചിന്തിച്ചു നോക്കൂ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. 3 പ്രവാചകന്മാർ വന്നു, ജനങ്ങൾ അദ്ദേഹത്തെ ധിക്കരിച്ചു. സൂറത്ത് യാസീനാണ് ഞാൻ പറയുന്നത്. പക്ഷേ 3 പ്രവാചകന്മാർ പറയുന്നതിനെ വേറിട്ട് ചിന്തിച്ച ഒരു പച്ച മനുഷ്യൻ, ആലിമായിരുന്നില്ല അയാൾ, കോടീശ്വരനായിരുന്നില്ല അയാൾ, അവിടെ ഏതെങ്കിലും ഒരു സിംഹാസനത്തിന്റെ മേലെ കയറിയിരുന്ന ചക്രവർത്തി ആയിരുന്നില്ല അയാൾ. 3 പ്രവാചകന്മാർ പറയുന്നതിലെ പച്ചയായ
യാഥാർത്ഥ്യത്തെ ആർക്കു വേണ്ടിയുമല്ല സ്വന്തം പരലോകത്തിന്റെ വിമോചനത്തിന് വേണ്ടി കേട്ട് അവിടെ എന്ന് പറഞ്ഞല്ലോ. ഈ അമ്പിയാക്കൾ പറയുന്നതിൽ എന്താ തെറ്റ് എന്ന് കൊന്നു കളഞ്ഞില്ലേ ആ നാട്ടുകാർ? അതുപോലെ അരീക്കോട്ടിന്റെ മണ്ണിലേക്ക് നവോത്ഥാനത്തിന്റെ നായകന്മാർ തൗഹീദിന്റെ പടപ്പാട്ട് പാടിയ, ഖുർആൻ പഠനത്തിന്റെ പടപ്പാട്ട് പാടിയ അരീക്കോട്ടിന്റെ മണ്ണിൽ NV അബ്ദുസ്സലാം മൗലവിയുടെ മക്കളും പേരമക്കളും അതിന്റെ അടുത്ത കുടുംബവും നിലനിൽക്കുന്ന വൈജ്ഞാനിക വിസ്ഫോടനം നടന്ന അരീക്കോട്ടിന്റെ മണ്ണിൽ ഏതെങ്കിലും മുക്കുമൂലയിൽ നിന്ന് വന്ന് ഇന്നത്തെ വിഷയാവതരണം കേട്ട് അവര് പറയുന്നതിൽ തെറ്റില്ലെന്ന് പ്രഖ്യാപിച്ച് ഹക്ക് സ്വീകരിച്ചാൽ അടിവെച്ച് മുന്നേറാൻ സഹോദര. ഐക്യത്തിന്റെ രാജവീതിയിൽ അല്ലെങ്കിൽ ശിർക്കിന്റെ, ഹറാമിന്റെ, സുന്നത്തിന്റെ, വിദ്അത്തിന്റെ ഒന്നും അറിയാതെ നട്ടം തിരിയുന്ന ഒരു ജനതയെ ഏത് ഞങ്ങൾ വിശ്വസിക്കണം? ആ മിമ്പറിൽ അവരിങ്ങനെ പറയുന്നു, ഈ മിമ്പറിൽ ഇവരിങ്ങനെ പറയുന്നു, ഞങ്ങൾ എന്ത് വിശ്വസിക്കണം ഉസ്താദുമാരെ എന്ന് ചോദിക്കുന്ന സാധു മനുഷ്യരെ മുൻനിർത്തി ഞാൻ പറയുന്നു, ഈ പ്രോഗ്രാം നിങ്ങളുടെ കണ്ണു തുറപ്പിക്കുന്നില്ലെങ്കിൽ എന്ന് മക്കയിലെ മുശ്രിക്കുകളോട് അല്ലാഹുവിന്റെ ഖുർആനിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര കൃത്യമായ ബയാനുകൾ, ഇത്ര കൃത്യമായ വിവരണങ്ങൾ അതൊക്കെ ഉണ്ടായിട്ടും ഇതൊന്നും ഞങ്ങൾക്ക് തിരിയുന്നില്ലെന്ന് പറഞ്ഞ് മാറി നിന്നാൽ നാളെ നേതാക്കന്മാരുണ്ടാവില്ല, നാളെ മുതലാളിമാരുണ്ടാവില്ല, നാളെ നേരത്തെ പറഞ്ഞ യജമാനന്മാരുണ്ടാവില്ല. ആരുടെ കൂടെ യജമാനന്മാരുണ്ട്, ആരുടെ കൂടെ യജമാനന്മാരില്ല എന്ന ഗൗരവമായ വിഷയവും ആലോചിച്ചുകൊണ്ട് ഇതിനെക്കുറിച്ച് കിടന്നും ഇരുന്നും നിന്നും ആലോചിച്ചിട്ട് പിരിഞ്ഞു പോണേ. ഇന്ന് കിടന്നിറങ്ങുമ്പോൾ ആലോചിക്കണമേ, ഈ പാവപ്പെട്ടവർ പറഞ്ഞതിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന്. അത് ആഖിറത്തിന് വേണ്ടി ഒരാൾക്കും ഒന്നും ചെയ്യാനാകാത്ത ലോകത്ത്, ഇബ്രാഹിം നബിക്ക് വാപ്പാനെ രക്ഷപ്പെടുത്താനാകാത്ത ലോകത്ത്, നൂഹ് നബിക്ക് ഭാര്യയെ രക്ഷപ്പെടുത്താനാകാത്ത ലോകത്ത്, ലൂത്ത് നബിക്ക് ഭാര്യയെ രക്ഷപ്പെടുത്താനാകാത്ത ലോകത്ത്, ഹബീബുന ശഫീയുന ഖലീലുന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തന്റെ കുടുംബക്കാരെ രക്ഷപ്പെടുത്താനാകാത്ത ലോകത്ത്, നീതി നടപ്പാക്കുന്ന ലോകത്ത്, മാലിക് യൗമിദ്ദീൻ എന്ന് പറയുന്ന ആ ലോകത്ത് അവിടെ രക്ഷപ്പെടുക ആരാണ്? അവർ വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ് മുഖ്ലിസീന ലഹുദ്ദീൻ. അതെ, നിഷ്കളങ്കമായി റബ്ബിനെ ആരാധിക്കുകയും ഇഖ്ലാസ് കാത്തു സൂക്ഷിക്കുകയും. പഠിച്ചവനെ, സത്യം പറയുന്നവർ വന്നു, ഞങ്ങളത് കേട്ടു, ഞങ്ങളതിന് ഉത്തരം ചെയ്തു എന്ന് പറഞ്ഞ് അവിടെ ചെന്നാൽ അവിടെ നമുക്ക് രക്ഷപ്പെടാം. സലാമുൻ അലൈക്കും ബിമാ സബർതും. ക്ഷമിക്കുക ആക്ഷേപങ്ങൾ കേൾക്കുമ്പോൾ, ക്ഷമിക്കുക ആക്ഷേപങ്ങൾ കേൾക്കുമ്പോൾ, പരിഹാസങ്ങൾ കേൾക്കുമ്പോൾ. വലാ യഖാഫൂന ലൗമത ലായിം. ആക്ഷേപകത്തിന്റെ ആക്ഷേപത്തെ ഭയപ്പെടാതെ മുന്നേറുക, പ്രബോധന രംഗത്ത് മുന്നേറുക, ജീവിതത്തിൽ മാതൃകയാവുക. നമുക്ക് വരൾച്ച അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ്. അതിശക്തമായ മഴ ചൊരിഞ്ഞ് വെള്ളമില്ലെങ്കിൽ കഷ്ടപ്പെട്ടു പോകും മനുഷ്യരും ജന്തുലോകവും. അതുകൊണ്ട് റബ്ബിനോട് നിരന്തരമായി പ്രാർത്ഥിക്കുക, പഠിച്ചവനെ ഞങ്ങൾക്ക് മഴ നൽകണമേ എന്ന്, പഠിച്ചവനെ ഞങ്ങളെ സഹായിക്കണമേ എന്ന്, പഠിച്ചവനെ ഈ വരൾച്ചയിൽ ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ എന്ന്. വെള്ളം സർവത്രേ, കുടിക്കാനില്ലത്രേ എന്ന അവസ്ഥയിൽ നിന്ന് കുടിക്കാനുള്ള പാനജലം അല്ലാഹുവേ നീ ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലാഹുവേ, ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്ക് നീ ദീർഘായുസ് നൽകണമേ. അല്ലാഹുവേ, ഞങ്ങളുടെ പണ്ഡിതന്മാർക്ക് നീ ഇഖ്ലാസ് നൽകണമേ. അല്ലാഹുവേ, ഞങ്ങളുടെ പണ്ഡിതന്മാർക്ക് വിവരണത്തിനുള്ള കഴിവ് നൽകണമേ. അല്ലാഹുവേ, ഞങ്ങളുടെ പണ്ഡിതന്മാർക്ക് കിതാബുകളിലെ ആഴമേറിയ അറിവുകൾ, നിന്റെ മതത്തിന്റെ സംരക്ഷണം നൂറ്റാണ്ടുകളിൽ നീ നടപ്പാക്കുന്ന നടപടികളിൽ ഈ സാധുക്കളെ നീ തിരഞ്ഞെടുക്കണമേ. അല്ലാ, ഞങ്ങൾക്ക് കോപമില്ല, ഞങ്ങൾക്ക് ക്രോധമില്ല, ഞങ്ങൾക്ക് വിരോധമില്ല. സലാം പറഞ്ഞാൽ ഒരു മുവഹിദിനോട് സലാം പറഞ്ഞാൽ നിങ്ങൾ ഞങ്ങളുടെ ഗ്രൂപ്പല്ലല്ലോ, മടക്കില്ലെന്ന് പറയാൻ ഞങ്ങൾ ആളല്ല. ആ അനുഭവം പോലും ഇന്ന് എനിക്ക് അരീക്കോട്ടുണ്ടായി. സഹോദരാ, ചിന്തിക്കുക, നാം മാത്രമായ ഒരു ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി പരിശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. എല്ലാവിധ തിന്മകളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ന്യൂനപക്ഷ തീവ്രവാദങ്ങളിൽ നിന്നും ഭൂരിപക്ഷ തീവ്രവാദങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ശിർക്കിന്റെ എല്ലാ മേഖലകളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. വിദ്അത്തിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ദാരിദ്ര്യത്തിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഏറ്റവും മോശക്കാരായ ഭരണാധികാരികളിൽ നിന്ന്
ലോകത്തിലെ നല്ല മനുഷ്യരെ അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരിച്ചു പിരിഞ്ഞ ആളുകൾക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് കൂടുതൽ പക്വത നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് കൂടുതൽ സൂക്ഷ്മത നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് പരലോകബോധം നൽകുമാറാകട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. وصلى الله وسلم على نبينا محمد وآله وصحبه اجمعين والحمد لله رب العالمين. السلام عليكم ورحمه الله وبركاته. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, 3 ബൈക്കിന്റെ ചാവി ഇവിടെ കിട്ടിയിട്ടുണ്ട്. സ്റ്റേജുമായി ബന്ധപ്പെടുക. ആദ്യമായിട്ട് അൽഹംദുലില്ലാഹ്